ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തയെങ്കിൽ ഇന്ന് ഓരോ ദിവസവും ഏത് പത്രം എടുത്ത് നോക്കിയാലും ആ പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ ഇടം പിടിക്കുന്ന രീതിയിലേക്ക് വിഷയവും ഈ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമ്മുടെ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ കണ്ണടച്ചുകൊണ്ട് നമുക്ക് ഇരുട്ടാക്കാൻ സാധിക്കില്ല. എന്റെയും നിങ്ങളുടെയൊക്കെ പ്രതീക്ഷ നമ്മുടെ മക്കളാണ്. മക്കളുടെ ശരിയാണ് നമ്മുടെ സ്വപ്നം. ആ പ്രതീക്ഷകളെ തകർത്ത് കളയുന്ന രീതിയിൽ 9 മാസം 10 ദിവസം വയറ്റിലും ഒരു ആയുഷ്കാലം മുഴുവനും ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്വന്തം മാതാവിനെ പോലും വെട്ടി കൊലപ്പെടുത്തുന്ന ദയനീയമായ സാഹചര്യത്തിലൂടെ പോവുകയും അതിനുശേഷം എനിക്ക് ജന്മം നൽകിയതിന് ഞാൻ നൽകിയ ശിക്ഷയാണ് എന്റെ ഉമ്മയ്ക്ക് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്റെ മട്ടന്നൂരിൽ, ഇതെന്റെ ഒരുവച്ചാലിൽ, ഇതെന്റെ തലശ്ശേരിയല്ല, ഇതെന്റെ കൂത്തുറപ്പല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുകയില്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഈ അപകടം നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബത്തിൽ എത്തുന്നത് മുന്നേ തന്നെ അതിനെ പ്രതിരോധിക്കുക എന്ന വലിയ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് മഹല്ല് കമ്മിറ്റി വെള്ളിയാഴ്ച ജുമയ്ക്ക് തീർച്ചയായിട്ടും മഹലിലെ മഹാഭൂരിഭാഗം ആൾക്കാർ ബന്ധപ്പെടുമെന്നുള്ളതിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം ഒരു പ്രോഗ്രാം ജുമയ്ക്ക് സംഘടിപ്പിക്കാൻ ഇടയാക്കിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഇസ്ലാം അടിവരയിട്ടോട് പറഞ്ഞിരിക്കുന്നു, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കൂ. ഇത്ര സുന്ദരമായ സംസ്കാരമാണ്. നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്ന സുന്ദരമായ സംസ്കാരത്തെ നമ്മൾ സ്വയം വിമർശനാത്മകമായി പരിശോധിച്ചു. എത്ര മണിക്കാണ് നമ്മുടെ മക്കൾ വീട്ടിലെത്തുന്നത്? എത്ര മണിക്കാണ് നമ്മുടെ മക്കൾ ഉറങ്ങുന്നത്? എത്ര മണിക്കാണ് നമ്മുടെ മക്കൾ ഉണരുന്നത്? നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക എന്ന ശീലത്തെ അട്ടിമറിക്കപ്പെട്ടു. 12 മണിക്കും 1 മണിക്കും 2 മണിക്കും നൂല് പൊട്ടിയ പട്ടം പോലെ ലൈസൻസ് ഇല്ലാത്ത ബൈക്കുമായി കറങ്ങി നടന്ന്, ഹെൽമെറ്റ് ഇല്ലാതെ കറങ്ങി നടന്ന് പല ചതിക്കുഴിയിൽ വീണതിന് ശേഷം 1 മണിക്ക് 2 മണിക്ക് വാതിൽ മുട്ടുമ്പോൾ തുറന്നു കൊടുക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ ആ 12 മണിക്കും 1 മണിക്കും വരുന്ന മക്കൾ ഇത്തരം ദുരന്തങ്ങൾ പേരെയാണ് വരുന്നെങ്കിൽ വാതിൽ തുറന്നു കൊടുത്ത് ഉമ്മയെ കണ്ടാൽ ഉമ്മയായി തോന്നില്ല, മകളെ കണ്ടാൽ മകളായി തോന്നില്ല, സഹോദരിയെ കണ്ടാൽ സഹോദരിയായി തോന്നില്ല. രണ്ട് കാരണം മനുഷ്യൻ രണ്ട് കാരണം മൃഗമാക്കി മാറ്റുന്ന രാസലഹരികളടക്കം വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിനെ ചുറ്റും പ്രാന്തൽ അല്ലെങ്കിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് കണ്ണടച്ച് ഉണ്ടാകാതെ എന്റെ വീട്ടിൽ ഇപ്പോൾ ഇല്ല, എന്റെ മക്കൾക്ക് ഇതില്ല എന്നതുകൊണ്ട് മാത്രം നമ്മൾ ശുഭാപ്തിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ എല്ലാം ഉള്ളത്. ആലോചിച്ചു. പരിശുദ്ധമായ ഈ അടുത്ത കാലത്ത് എന്റെ നാട്ടിലെ പള്ളിയിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തറാവി നിസ്കാരത്തിന്റെ പേര് പറഞ്ഞ് വീട്ടിലെത്തി പുറപ്പെടുന്ന കുട്ടികൾ പള്ളിയിലെത്തിയതിനു ശേഷം ആ തറാവിയുടെ പൂർത്തീകരണ വേളയിൽ ആ കുട്ടികൾ അവിടെ ഉണ്ടോ? 4 റക്അത്ത് 6 റക്അത്തിന് ശേഷം പല സഭകളിലും കുട്ടികൾ ശൂന്യമാവുന്നു. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ ക്ഷമയില്ലാത്തവരാകുന്നു, എഴുന്നേൽക്കുന്നു, ഹൗദിൽ പോകുന്നു, തിരിച്ചു വരുന്നു. പിന്നെ അവർ 8 റക്അത്തിന് ശേഷം 10 റക്അത്തിന് ശേഷം കാണുന്നില്ല. വീട്ടിലെ അറ്റൻഡൻസ് പ്രകാരം അവർ പള്ളിയിലാണ്, വീട്ടിലെ അറ്റൻഡൻസ് പ്രകാരം അവർ കൃത്യമായിട്ട് ഇത്തരം ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ പോയവരാണ്. ഈ കാര്യം മോണിറ്റർ ചെയ്യേണ്ടത് പോലീസാണോ? ഈ കാര്യം മോണിറ്റർ ചെയ്യേണ്ടത് എക്സൈസ് ആണോ? അവരുടെ ഉത്തരവാദിത്തമെല്ലാം അവർ കൃത്യമായി നിർവഹിക്കുമ്പോഴും എന്റെ മകൻ തറാവി നിസ്കാരത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ എത്തിയെന്നും അവൻ അത് അവസാനിക്കുന്നവരെ അവിടെ ഉണ്ടായിരുന്നെന്നും മോണിറ്റർ ചെയ്യുന്നതും ഓരോ രക്ഷിതാക്കന്മാർ തന്നെയാണ്. ഇതിന്റെ മറവിലൊക്കെയാണ് നമ്മുടെ മക്കൾ പലപ്പോഴും രക്ഷിതാക്കന്മാരെ മിസ്യൂസ് ചെയ്യുന്ന സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ അപകടകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് വസ്തുത. അമുഖമായി ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ഇന്ന് ലോകത്തിന്റെ കൗതുകമായിരുന്ന കേരളത്തിന്റെ മണ്ണ് പോലും ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓരോ സെക്കൻഡുകളും പുതിയ പുത്തൻ വാർത്തകളോടെ ഓരോ രക്ഷിതാവിന്റെയും നെഞ്ചിടിപ്പ് പൊട്ടുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു മഹലിലെ പൗരാവി എന്ന രീതിയിൽ ഈ നാടത്തെ ചെറുപ്പക്കാരെന്ന രീതിയിൽ നാടത്തെ നയിക്കേണ്ടവരെന്ന രീതിയിൽ ഈ മഹലിൽ അതൊരു മാതൃക എന്ന രീതിയിൽ ഇത്തരം ഒരു ബോധവൽക്കരണ ക്ലാസ് വെക്കുമ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട, അതിജാഗ്രതയോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇത് 2025 കടക്കുന്നു. ഇന്ന് നെറ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ 1950 ജനുവരി മാസം 26-ാം തീയതി ലോകത്തിലെ ഏറ്റവും വലിയ ബൃഹത്തായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്
ആ ജനുവരി 26 വ്യാഴം കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിലേക്ക് ശരാശരി ലഹരി വസ്തു ഉപയോഗിക്കുന്ന പ്രായം 28 വയസ്സാണെങ്കിൽ, ഏതെങ്കിലും ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന പ്രായം 28 വയസ്സാണെങ്കിൽ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഇരിക്കുന്ന ഈ സമയത്ത് നെറ്റ് സെർച്ച് ചെയ്താൽ 11-12 വയസ്സിലേക്ക് അതിന്റെ ഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ പോലും അറിഞ്ഞോ അറിയാതെയോ ലഹരിയുടെ മഹാകയങ്ങളിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യം. രാവിലെ സുബഹ് നമസ്കാരത്തിന് ശേഷം ജോലിക്ക് വേണ്ടിയിട്ട് ഓടുന്ന തന്റെ പ്രിയപ്പെട്ട പിതാവ്, മക്കൾക്ക് വേണ്ടിയിട്ട് ഓടുന്ന പിതാവ്, അർദ്ധരാത്രി 12 മണി വരെ ചോര നീരാക്കി ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോ എന്റെ മകൻ വീട്ടിലെത്തിയിട്ടുണ്ടോ, എന്റെ മകന്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ തിരക്കാൻ സമയം കണ്ടിട്ടുണ്ടോ, അവന്റെ PTA മീറ്റിംഗിൽ പങ്കെടുക്കാൻ എനിക്ക് സമയം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ, അവന്റെ മദ്രസയിൽ ഉസ്താദുമാരുമായിട്ട് എന്റെ മകന്റെ പഠനത്തെ കുറിച്ചും അവന്റെ കാര്യങ്ങളെ കുറിച്ചും ഇടപെടാൻ എനിക്ക് സമയം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. കാരണം നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ, ഈ ഞാനും ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കന്മാരും പറയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ, എനിക്കൊരു മകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു മകനും മകൾ മാത്രമേ ഉള്ളൂ, അവരാണ് എന്റെ സ്വപ്നം, അവർക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് രാപ്പകലില്ലാത്ത അധ്വാനിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രായത്തിൽ പോലും 7ാം കടലിൽ അക്കരെ കടന്നുകൊണ്ട് 38 ഡിഗ്രി 42 ഡിഗ്രി ഒരു വെയിലത്ത് പോലും അധ്വാനിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഉറക്കെ പറയുന്ന സാഹചര്യം. ഇവിടെ കൃത്യമായി നമ്മൾ സ്വയം വിമർശനാത്മകമായി ചിന്തിക്കേണ്ട കാര്യമുണ്ട്. മക്കളുടെ അറ്റൻഡൻസ് എടുക്കണം, മക്കളുടെ അറ്റൻഡൻസ് എടുക്കണം. മദ്രസയിലെ അറ്റൻഡൻസ് എടുക്കാൻ ഉസ്താദുമാർ അവിടെയുണ്ട്, രാവിലെ എടുക്കും. സ്കൂളിൽ അറ്റൻഡൻസ് എടുക്കാൻ അധ്യാപകർ അവിടെയുണ്ട്, രാവിലെ അല്ലാതെ പിന്നീട് എടുക്കുന്നുണ്ട്. അതുപോലെ അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കേണ്ട ഒരു കാലഘട്ടമായി. ഓരോ വീട്ടിലും ഓരോ അറ്റൻഡൻസ് രജിസ്റ്റർ വാങ്ങി വെക്കുകയും ആ അറ്റൻഡൻസിന് മാർച്ച് മാസം നമ്മുടെ വീട്ടിലെ മക്കളെയും മരുമക്കളെയൊക്കെ പേര് ആ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഇങ്ങനെ എഴുതി രേഖപ്പെടുത്തണം. മദ്രസയിലും സ്കൂളിലും അറ്റൻഡൻസ് രാവിലെ വിളിക്കുന്ന പോലെ വീട്ടിൽ നിന്ന് അറ്റൻഡൻസ് എടുക്കേണ്ടത് മകരീബ് ശേഷം, മകരീബ് നിസ്കാര സമയ ശേഷം ആ അറ്റൻഡൻസ് എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് വിളിക്കണം. ഷമീർ, ബഷീർ, റസാഖ് എന്ന് വിളിക്കുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഹാജർ എന്ന് പറയാൻ എന്റെയും നിങ്ങളുടെയും മക്കൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കണം. എത്ര മണിക്കാണ് നമ്മുടെ മക്കൾ ഇന്ന് വീടുന്നത്? ആരാണ് ലൈസൻസ് കൊടുക്കുന്നത്? പരിശുദ്ധമായ ഇസ്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഉറങ്ങൂ, നേരത്തെ എഴുന്നേൽക്കുന്ന സുന്ദരമായ സംസ്കാരത്തോടെ രക്ഷിതാക്കന്മാരുടെ കൈവെള്ളയിൽ നിന്ന് മക്കൾ അകന്നു പോകാൻ ഇടയാക്കിയ സാഹചര്യം എന്ത്? അത് രക്ഷിതാക്കന്മാരുടെ ഉത്തരവാദിത്തം എത്രമാത്രമുണ്ട്? പ്രത്യേകിച്ച് ബോധവൽക്കരണ ക്ലാസ് എല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ പതിവായിട്ട് നമ്മൾ പറയുന്നതാണ്, ബോധവൽക്കരണ ക്ലാസ് ആദ്യം കൊടുക്കേണ്ടത് ഒരിക്കലും കുട്ടികൾക്കല്ല. ബോധവൽക്കരണ ക്ലാസ് ആദ്യം കൊടുക്കേണ്ടത് ഒരിക്കലും കുട്ടികൾക്കല്ല. ബോധവൽക്കരണ ക്ലാസ് ആദ്യം കൊടുക്കേണ്ടത് രക്ഷിതാക്കന്മാർക്കാണ്. എന്താ കാരണം? ടാങ്കിലുള്ളത് പൈപ്പിൽ വരും, ടാങ്ക് ക്ലീൻ ചെയ്യാൻ. മക്കളുടെ പ്രശ്നങ്ങളെ കുറിച്ച് വാദോരാതെ സംസാരിക്കുമ്പോൾ ആ മക്കളാകുന്ന വെള്ളം അത് പൈപ്പിൽ വരുന്നുണ്ടെങ്കിൽ ആ ടാങ്ക് ഞാനാണ് എന്ന് ഓരോ രക്ഷിതാക്കന്മാരും ചിന്തിക്കേണ്ട വർത്തമാന കാലഘട്ടം. ഒരു വിഷയത്തെ കുറിച്ച് മക്കളോട് ആശ്വാസത്തോട് പറയാൻ സാധിക്കണമെങ്കിൽ, 5 നേരം നിസ്കരിക്കാൻ കൃത്യമായിട്ട് ജമാഅത്തോട് നിസ്കരിക്കണമെന്ന് പിതാവിന് തന്റെ മകനോട് പറയാൻ സാധിക്കണമെങ്കിൽ, ഇത് വലിക്കരുതെന്ന് മകനോട് പറയാൻ സാധിക്കണമെങ്കിൽ, ഇത് കുടിക്കരുതെന്ന് മകനോട് പറയാൻ സാധിക്കണമെങ്കിൽ, ഈ വിഷയത്തിൽ ഞാനും നിങ്ങളും എത്ര മാത്രം മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്നുള്ളത് മക്കൾക്ക് തുറന്ന പാഠപുസ്തകം പോലെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ത്രാണിയുള്ള രക്ഷിതാക്കന്മാരല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഉത്തരങ്ങൾ പറയാൻ മക്കൾ തയ്യാറാവുകയില്ല. ചോദ്യങ്ങൾ ചോദിക്കേണ്ട രക്ഷിതാക്കന്മാരാവുകയും ഉത്തരങ്ങൾ പറയുന്ന കുട്ടികളെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ജസ്റ്റിസ് കമാൽ മാഷ പറഞ്ഞ ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് കമാൽ മാഷയുടെ വാക്കുകൾ സാന്ദർഭികമായി കടത്തി മാറ്റിയെന്ന് പറഞ്ഞാൽ, ശകാരിക്കേണ്ട സമയത്ത് മക്കളെ ശകാരിച്ചിരിക്കണം. ആ ശകാരിച്ചതിന് ശേഷം അവൻ ചെയ്ത കുറ്റത്തെ കുറിച്ച് അവൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവനെ തിരുത്താൻ, അവനെ പാകപ്പെടുത്തണം രക്ഷിതാക്കന്മാരെ. ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന രക്ഷിതാക്കന്മാർ ഈ വിഷയത്തിൽ തുടർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇതെന്റെ വീട്ടിലില്ല എന്ന് ഒരൊറ്റ രക്ഷിതാവിന് ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തെ
അല്ലെങ്കിൽ ഉദാഹരണ സഹിതം കൊണ്ട് കണ്ടു ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ രക്ഷിതാക്കന്മാർക്ക് പോലും ഉറച്ച വിശ്വാസത്തോടു കൂടി എനിക്ക് പോലും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പോലും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കില്ല, എന്റെ മക്കളാരും ഇതുവരെ ലഹരിയിൽ പെട്ടിട്ടുണ്ടാവില്ല എന്ന് 100% പറയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പിടിക്കപ്പെടുന്ന കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തുന്ന രക്ഷിതാക്കന്മാർ പറയുന്നു, എന്റെ മോനോ എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, അവന്റെ സുഹൃത്ത് ചതിച്ചതായിരിക്കും, അവന്റെ കൂട്ടുകാരൻ ചതിച്ചതായിരിക്കും, എന്റെ മോൻ അത് ചെയ്യാൻ സാധ്യതയില്ല. മക്കളോടുള്ള ഓവർ വാത്സല്യം, ഓവർ വിശ്വാസം ഇന്ന് രക്ഷിതാക്കന്മാർ അരങ്ങിട്ടുറപ്പിച്ചു വെക്കുമ്പോ ഓർത്ത് വെക്കുക, കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ നാട് കടന്നു പോകുമ്പോ ഇന്നിന്റെ അപകടങ്ങളിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ നമ്മുടെ മക്കൾ വീഴാതിരിക്കണമെങ്കിൽ ഇന്നിന്റെ കാലഘട്ടത്തിലെ വിഷയങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന രക്ഷിതാക്കന്മാരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അടിസ്ഥാനപരമായി നൂറ്റാണ്ടുകൾക്ക് മുന്നേ പ്രവാചകൻ പറഞ്ഞതാണ്, സകല തിന്മകളുടെയും മാതാവാണ് ലഹരി, സകല ദുരന്തങ്ങളുടെയും മാതാവാണ് ലഹരി. ആ ലഹരിക്കെതിരെയുള്ള ഐതിഹാസികമായ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയിലാണ് ഞാൻ നിങ്ങളെ പോയിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഈ നാടിന്റെ ദുരന്തത്തിന്, ഈ സൊസൈറ്റിയുടെ ദുരന്തത്തിന് ഹേതുവാകുന്ന ലഹരിയെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകന്റെ വചനം സാന്ദർഭികമായി അടുത്തെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, എന്താണ് ലഹരി? ലഹരി എന്ന പദം എവിടെയാണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ലഹരിക്കെതിരെ ഒരു പോരാട്ടമല്ല നമ്മൾ നടത്തുന്നത്. നമ്മുടെ പോരാട്ടം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയാണ്. പരിശുദ്ധമായ റമദാൻ മാസം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ആ നിസ്കാര ശേഷം മഹൽ സംഘടിപ്പിച്ച പരിപാടി, അതിന്റെ കൃതജ്ഞത ദുആ ചെയ്യുന്നവരെ എന്റെ സാന്നിധ്യം ഇവിടെ വേണമെന്നുള്ള കൃത്യമായ മനസ്സ് നമ്മളെ പാകപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ അത് ലഹരിയാണ്, നമ്മുടെ ലഹരിയാണ്. ഈ വിഷയത്തോടുള്ള, ഈ സൊസൈറ്റിയോടുള്ള ഉത്തരവാദിത്തത്തിന്റെ ലഹരിയാണ്. ലഹരി എന്ന പദം എവിടെയും മോശമല്ല. 5 വക്ത് നിസ്കാരം കൃത്യമായി പ്രധാന നിസ്കരിക്കണം. ആ ചിന്ത ഒരു കുട്ടിയുടെ മനസ്സിന്റെ അഗാധമായ ആഴങ്ങളിൽ ആഴ്ന്നിറങ്ങുന്നതിൽ അത് ലഹരിയാണ്. എന്റെ പ്രിയപ്പെട്ട മാതാവിനെ വരും വർഷങ്ങളിൽ ജോലിയൊക്കെ സമ്പാദിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ താമസമായിട്ട് അവരുടെ ചെറുകനടിയിലാണ് ഞാനുള്ളത്. നാളെ എന്റെ ചെറുകനടിയിലേക്ക് അവരെ കൊണ്ടുവരണം, സ്വസ്ഥമായി ഗൃഹ ചെയ്ത് അവർക്ക് ഞാൻ നൽകണം എന്നൊരു കുട്ടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ സുന്ദരമായ കുടുംബജീവിതത്തിന്റെ ലഹരിയാണ്. കുടുംബജീവിതത്തെ കുറിച്ച്, തൊഴിലാളികളെ കുറിച്ച്, തൊഴിലാളികളെ സ്നേഹത്തെ കുറിച്ച്, തൊഴിലാളികളുടെ പോരാട്ടത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ പറഞ്ഞ വാക്കുകളെല്ലാം വർത്തമാന കാലഘട്ടത്തിൽ എത്രമാത്രം ഉചിതമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ പറയുമ്പോ ഞാൻ ആദ്യം പറയാ, ലഹരി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, എത്രയാണ് ഇതിനെ കുറിച്ച് ചിന്തിക്കുക. ഇന്ന് നമ്മുടെ മക്കളുടെ രാസലഹരി, ഒരൊറ്റ ലഹരിയുടെ പേരും അള്ളാഹുവിന്റെ ഭവനത്തെ കുറിച്ച് ഞാനിവിടെ പറയുകയില്ല. ക്ലാസ് എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ പുറത്തു പോയാലും ഒരൊറ്റ ലഹരിയുടെ മോശപ്പെട്ട ലഹരിയുടെ ഞാൻ പേര് പറയാറില്ല. നമ്മൾ പറയേണ്ട, നമുക്ക് വേണ്ടത് ക്രിയാത്മകമായ ലഹരി, ഈ നാടിന് വേണ്ട ലഹരി, ഈ സമൂഹത്തിന് വേണ്ട ലഹരി. ഈ ദുനിയാവ് എന്ന് പറയുന്നത് വെറും ഒരു കൃഷിയിടമാണ്, ഇവിടെ വിത്ത് പാകുക മാത്രമാണ് ചെയ്യുന്നത്, നാളെ വിളവെടുക്കാൻ ഒരു ലോകമുണ്ട് എന്ന സുന്ദരമായ ചിന്തയുടെ ലഹരികളാണ് നമുക്ക് വേണ്ടത്. ക്രിയാത്മകമായ ലഹരിയാണ്. ഉമ്മ എന്ന ലഹരി, ഉപ്പ എന്ന ലഹരി, കുടുംബം എന്ന ലഹരി, ഈ നാടെന്ന ലഹരി, സൗഹൃദം എന്ന ലഹരി, മതേതരത്വം എന്ന ലഹരി, മാനവികത എന്ന ലഹരി, മതേതരത്വം, മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സുന്ദരമായ ലഹരി, മനുഷ്യ സൗഹാർദ്ദം എന്ന് പറയുന്ന സുന്ദരമായ ലഹരി. ഇത്തരം ലഹരികളാണ് നമുക്ക് വേണ്ടത്. മറിച്ച് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സ്വപ്നങ്ങളെ തകർത്ത് കളയുന്ന മറ്റ് ലഹരി പദാർത്ഥങ്ങളോട് നമുക്ക് വിട പറയാൻ സാധിക്കണം. അത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ദുരന്തങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. അത്തരം പേരുകളൊന്നും ഒരിക്കൽ പോലും ഞാൻ പറയാറില്ല, ആ പേരുകൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയില്ല. പക്ഷേ ഓർത്തു വെക്കുക, ഇന്ന് വളരെ ആഡംബരപൂർവം അല്ലെങ്കിൽ വളരെ ലാഘവത്തോടു കൂടി ഓരോ രക്ഷിതാക്കന്മാരും മക്കളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനമായിരുന്നു, ഉറങ്ങാൻ വേണ്ടി കൊടുക്കുന്ന സാധനമായിരുന്നു. നമുക്കല്പം അടുത്ത വീട്ടിൽ ആരെങ്കിലും വീട്ടിലേക്ക് വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ ആ വിരുന്നുകാരോട് കൃത്യമായി മനസ്സിലേക്ക് സംസാരിക്കണമെങ്കിൽ മക്കളുടെ ശല്യം അവിടെ കരച്ച് ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് മോശമാണെന്നല്ലേ പറഞ്ഞതിനർത്ഥം. ഈ സാധനം കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പർ. തീപ്പിടി കൂടുമ്പോൾ ഒരു ചതുരാകൃതിയിലുള്ള വസ്തുവാണ്. ഇത് മോശമാണോ? അല്ല. മറ്റൊരു ഇരിക്കുമ്പോൾ എനിക്ക് എന്റെ മോളെ ഇപ്പൊ കാണണമെങ്കിൽ ഈ വീഡിയോ കൂടെ തൊട്ടു നോക്കിയാൽ മതി, എന്റെ മോളെ കാണാം. ഇത് മോശപ്പെട്ട ഒരു സാധനം ഞാൻ പറയില്ല. എന്റെ ഭാര്യ പറയുന്നു, നിങ്ങൾ എന്ത് പോക്കാമായത്, ഇത് പഠിക്കാനുള്ള വീട്ടിൽ അവർക്ക് കൂലി കൊടുക്കണ്ടേ, നിങ്ങൾ മറ്റൊരു വീട്ടിൽ ബാങ്ക് എങ്ങനെയാ പോവുക, ആരാ പോവുക, എങ്ങനെ പൈസ കിട്ടുക? മാർട്ടിൻ കൂപ്പറോട് പറഞ്ഞാൽ ഇതിപ്പോ ബാങ്കാണ്.
ഇതിപ്പോ വേഗാവും. രാവിലെ ഞാൻ പത്രം വായിച്ചിട്ടില്ല, ഇതിപ്പോ പത്രമായി മാറാൻ സാധിക്കും. പക്ഷെ സാങ്കേതികപരമായിട്ട് വിപ്ലവകരമായിട്ട് പുരോഗതി നാടിന് ആവശ്യമാണ്. ഇതിനെല്ലാം ഞാൻ കുറ്റക്കാരായിട്ട് പറയുന്നത് ഇതിനെ ഉപയോഗിക്കാൻ എത്രത്തോളം നമ്മുടെ മക്കൾ പാകപ്പെട്ടു വരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ അതിസുന്ദരമായ കോട്ടുണ്ട്, ഐ ഫിയർ ദ ഡേ, ഞാൻ ഭയപ്പെടുകയാണ് ആ ദിവസത്തെ ആലോചിച്ച്. ഏതാ ദിവസം? when technology overlaps with our humanity. സാങ്കേതിക വിദ്യ മാനവികതയൊക്കെ വരുന്ന ഒരു ദിവസം ഇവിടെ വരികയാണെങ്കിൽ അത് ഈ ലോകത്ത് ജീവിക്കുന്നവർ പമ്പര വിട്ടികൾ മാത്രമായിരിക്കും. നിങ്ങൾ നോക്ക്, ഒരു കുടുംബത്തിലെ ഇന്ന് മക്കളുടെ സംസാരം കുറഞ്ഞിരിക്കുന്നു, ഒരു കുടുംബത്തിലെ മക്കളുടെ രക്ഷിതാക്കന്മാരുടെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിരിക്കുന്നു, പരസ്പരം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സുന്ദരമായ ശീലം നഷ്ടമായിരിക്കുന്നു, ഭാര്യയും ഭർത്താവും സ്നേഹസുന്ദരമായി സംസാരിക്കുന്നത് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, സാമൂഹികമായ ഉത്തരവാദിത്വം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ ഒരു വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ സാമൂഹികമായ അറ്റാച്ച്മെന്റ് പുതിയ തലമുറയിൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് നിങ്ങൾക്കും പഴയ കാലത്ത് സന്തോഷം കിട്ടാറുണ്ട്. ഒരു ചുമയാക്കി വന്ന് പള്ളിയില് ആ നിസ്കാര ശേഷം പുറത്തിറങ്ങുമ്പോ പഴയകാല സ്കൂളിൽ പഠിച്ച ഒരു സുഹൃത്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ അടുത്തുള്ള ഒരു സുഹൃത്തിനെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടാറുണ്ട്, തലച്ചോറിൽ ഡോപാമൈൻ ഉത്പാദിപ്പിക്കാറുണ്ട്, സന്തോഷം കിട്ടാറുണ്ട്. എന്നാൽ ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ കുട്ടികൾക്ക് സന്തോഷം കിട്ടുന്നത് എങ്ങനെയാണ്? നേരിട്ട് കണ്ട് കുട്ടികളോട് ഇത്തരം സൗഹൃദ സംഭാഷണങ്ങളില്ല, സൊസൈറ്റിയുടെ വിഷയങ്ങൾ കുട്ടികൾ അറിയാൻ ശ്രമിക്കുന്നില്ല, മഹലിന്റെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ മഹലിന്റെ നേട്ടങ്ങളോ മനസ്സിലാക്കാൻ കുട്ടികൾ ശ്രമിക്കുന്നില്ല. എല്ലാവരും അവരുടെ വീടിലെ 4 ചുവരിനുള്ളിൽ ഒതുങ്ങി നിന്ന് ഡിജിറ്റൽ വിപ്ലവത്തിന് ശേഷം ഈ 2 വിരലുകൾ നീക്കിക്കൊണ്ട് ഉള്ള സൗഹൃദത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നഷ്ടപ്പെട്ടിരിക്കുന്നത്? സാമൂഹികമായ ഉത്തരവാദിത്വം, സോഷ്യൽ അറ്റാച്ച്മെന്റ്. ഈ നാടിന്റെ പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, എന്റെ വീട്ടിൽ ഇനി ആളുണ്ട്, എന്റെ അടുത്ത വീട്ടിൽ ഇനി ആളുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര മക്കൾക്ക് പുതിയ തലമുറ പറയാൻ കഴിയും? ഉപ്പാന്റെ പേര് ചോദിച്ചാൽ പറയാൻ കഴിയും, ഉപ്പാന്റെ പേര് തപ്പും. ഉമ്മാന്റെ പേര് ചോദിച്ചാൽ പറയും, ഉമ്മാന്റെ പേര് തപ്പും. കാരണം ഒരു ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ കുട്ടികളെല്ലാം ഇന്ന് 4 ചുമരുകളിൽ ഒതുങ്ങിപ്പോയി തൂക്കിലിട്ട് പോയെ പോലെയാക്കാൻ വേണ്ടി രക്ഷിതാക്കന്മാരും ഈ മണ്ണിന്റെ മണമറിയേണ്ട, ഈ പ്രകൃതി അറിയേണ്ട, ഈ നാടിന്റെ നദികളെ അറിയേണ്ട, കായലുകളെ അറിയേണ്ട, ഈ സമൂഹത്തെ അറിയേണ്ട മക്കളെ 4 ചുമരിനുള്ളിൽ അടച്ചിട്ട് ഈ സാധനം കൊണ്ട് അവിടെ ഇരുത്തുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഇന്ന് നമ്മൾ പല സ്ഥലത്തും കേൾക്കുന്ന വില്ലൻ ഒരു ദിവസം നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കടന്നെത്തും. അവിടെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധത്തിൽ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നമ്മൾ എത്തപ്പെടാതിരിക്കണമെങ്കിൽ ഇവിടെ അധ്യായം 1 ഇവിടെ നമ്മൾ തുടങ്ങണം. നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ കുട്ടികൾക്ക് പരിശുദ്ധമായ ഇസ്ലാം ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ഒരാളുടെ മരണശേഷം വരെയുള്ള കാര്യങ്ങൾ സുന്ദരമായി അടിവരയിലൂടെ പറയും. ഭക്ഷണം കഴിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറയും. ഇന്ന് നമ്മുടെ മക്കളെ പെട്ടെന്ന് തൂക്കിലിട്ട് കൊയ്യപ്പോലാക്കാൻ വേണ്ടി രക്ഷിതാക്കന്മാർ കൊടുക്കുന്ന സാധനമാണ്. ഇതാണ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത്. ഇങ്ങനെ ഭക്ഷണം കഴിപ്പിച്ചാൽ എന്താ സംഭവിക്കുക? നിങ്ങളും എങ്ങനെയാണ് പഴയ കാലത്ത് പഴയ തലമുറയിൽപ്പെട്ടവർ ആലോചിച്ചത്? ഒരു ജനറേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 25 വർഷം നമുക്ക് കണക്കൂട്ടാം. ഓരോ 25 വർഷം കഴിയുമ്പോൾ ഒരു ജനറേഷൻ മാറുന്നതാണെങ്കിൽ നമുക്ക് പറയാം. ഞാൻ നിങ്ങൾ കഴിച്ച ഭക്ഷണം എനിക്ക് ഓർമ്മയില്ല. എന്റെ ഉമ്മ എനിക്ക് ഭക്ഷണം 6 മാസം മുന്നേ ഉമ്മ മരണപ്പെട്ടു പോയി. ആ ഉമ്മ എനിക്ക് നൽകിയ ഭക്ഷണത്തിന്റെ രീതികളും ആ കാലഘട്ടത്തെ കുറിച്ചും ഇപ്പോഴും എന്റെ മനസ്സിന്റെ അഗാധമായ ആഴങ്ങളിൽ അമൂല്യ നിധിയായി ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ വരുമ്പോ എന്റെ വീട്ടിൽ നോക്കിയിട്ടുണ്ട്. ആ വിഷയം തോന്നുമ്പോൾ ആൻസർ പറയാം 80.7 വിത്ത് ഡ്രസ്. എന്റെ ബൂട്ടടക്കാൻ നോക്കിയത് ഈ 80.7 കിലോ എനിക്ക് എങ്ങനെ ഉണ്ടായി? ഈ കാണുന്ന 75-85 തൊണ്ണൂറുള്ള കിലോ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഒരു സുപ്രഭാതത്തിൽ ഒരു കുട്ടി മരി ലഹരിയിൽ വീഴുന്നതല്ല. ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെയാണ് ആകത്തുകയുടെ അവസാനം ഇത്തരം രാസലഹരികളിലേക്കോ മറ്റു ലഹരി പദാർത്ഥങ്ങളിലേക്കോ കുട്ടികൾ എത്തപ്പെടുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സുപ്രധാന ദിവസം സെക്കൻഡ് കൊണ്ടെങ്കിൽ ലഹരിയിലേക്ക് വീഴുന്നതല്ല. അപ്പൊ ഇവിടെ ഏറ്റവും നല്ല ഗൃഹാന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. മഗ്‌രിബ് വാങ്ങിയ ശേഷം ചെല്ലുന്ന സുന്ദരമായ ആ പ്രാർത്ഥനാഗീതമുള്ള ആ വീടുകൾ മുഴുകുന്ന വീടുകളുടെ എണ്ണം എത്ര? അവിടെ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ട്വിറ്ററിന്റെയും മെസ്സഞ്ചറിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും യൂട്യൂബിന്റെയും ലോകത്തേക്ക് പോയി അതിന് നൃത്ത ചുവടുകൾ നിസ്കാരം എടുത്തതിനു ശേഷം അല്ലെങ്കിൽ 9 മിനിറ്റ് ശേഷം സമയം കളയാൻ വേണ്ടി
വേണ്ടിയിട്ട് അതും എടുത്ത് കളിയുന്നു. ഇതിലെ പാട്ടും ഇതിലെ നൃത്ത ചുവടുകളും നോക്കിയിട്ട് സമയം കളഞ്ഞുകൊണ്ടുള്ള പുത്തൻ നോമ്പിലേക്ക് പോകുന്ന ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാം പറഞ്ഞ് തിരുത്തി ജീവിതത്തിന്റെ സുന്ദരമായ ലഹരിയും നാളെ അതിസുന്ദരമായ മറ്റൊരു ലഹരിയിൽ എത്തണമെങ്കിൽ അവരെ പാകപ്പെടുത്തിയെടുക്കേണ്ടത് ഈ മഹലിന്റെ കടമയാണ്. മഹൽ നിർവഹിക്കുകയാണ്. മഹലിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് വർത്തമാന കാലഘട്ടത്തിൽ നാട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഈ മഹലിലെ എല്ലാ വീടുകളിലേക്കും എത്തിക്കുക എന്നുള്ളത് മഹലിന്റെ കർത്തവ്യമാണ്. അതാണ് മഹലിന്റെ കമ്മിറ്റിക്കാർ ചേർന്ന് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട നമ്മുടെ കൂടിയ ബഷീർ സാറ് വളരെ കൃത്യമായിട്ട് ഇത്തരമൊരു വിഷയത്തെ കുറിച്ച് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇവരൊക്കെ ഇതിന്റെ പിന്നാലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ നാട്ടിൽ ഇത്തരം ചെറുപ്പക്കാർ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ മഹലിൽ ഇത്തരം വിഷയങ്ങളില്ലാതെ കഴിഞ്ഞ വർഷം ഞാൻ പാറക്കടവ് എന്ന് പറയുന്ന കുട്ടിയാടിക്കപ്പുറമുള്ള ഒരു സ്ഥലത്തിൽ മഹലിൽ പറഞ്ഞതുപോലെ ലഹരി മുക്തമായ മഹലിൽ നമ്മുടെ മഹലിൽ അടുത്ത ഈ റമദാൻ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ മഹലിലെ ഒരു വാർഡിലും ഒരു വീടിലും ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു കുട്ടി പോലീസിന്റെയോ എക്സൈസിന്റെയോ കേസിൽ അകപ്പെട്ടു പോയി, അല്ലെങ്കിൽ ജയിലകപ്പെട്ടു പോയി ഇല്ല എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സുന്ദരമായ പ്രവർത്തനങ്ങളെ മഹലിൽ നടപ്പിലാക്കാൻ സാധിക്കണം. അവിടെ തുടങ്ങേണ്ടത് നമ്മുടെ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും. മാതൃത്വത്തിന്റെ എന്റെ ഉമ്മ എനിക്ക് ഭക്ഷണം എന്ന ആ സമയത്ത് പറഞ്ഞ വാക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉരുളയായിട്ട് ഭക്ഷണം ഇങ്ങനെ എടുക്കൂലേ ഉമ്മ? എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് നടത്താൻ മുന്നോട്ടോടുകൂടെ ഒരു പാത്രം ഭക്ഷണം കുടിച്ചു. ഗുഡ് ഫെയ്ത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടിയിട്ട് പച്ചമല്ല പറയും. ആ ഗുഡ് ഫെയ്ത്തിന് വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിനുള്ളിൽ മോനെ എന്തിനാണ് പറഞ്ഞത്? മേലോട്ടേക്ക് നോക്കണം നമ്മള്. ആ സമയത്ത് ഉമ്മ ഒരു ഉരുള ഭക്ഷണം വായിലേക്ക് വെച്ചു. ആരുടെ വയറാണ് നിറഞ്ഞത്? എന്റെ വയറിനേക്കാൾ കൂടുതൽ നിറഞ്ഞത് എന്റെ ഉമ്മാന്റെ വയറാണ്. രണ്ട് കാന്തപതിന്റെ മോനെ അങ്ങോട്ടേക്ക് നോക്കി വായിൽ വെച്ചു. ആരുടെ വയറാണ് നിറഞ്ഞത്? എന്റെ വയറിനേക്കാൾ കൂടുതൽ നിറഞ്ഞത് എന്റെ ഉമ്മാന്റെ വയറാണ്. രണ്ട് മൈന വന്നില്ല. ഇങ്ങനെ കാണിച്ച് ഭക്ഷണം കഴിച്ച ഒരു കാലഘട്ടത്തില് നമ്മുടെ രക്ഷിതാക്കന്മാരില്ലേ? മറ്റൊരു ആലോചിച്ച് നോക്കിയേ. പുതുതലമുറയിലെ രക്ഷിതാക്കന്മാർ മൊബൈൽ ഫോൺ തുറന്ന്, വാട്സപ്പ് തുറന്ന്, യൂട്യൂബ് തുറന്ന് ഇതിലെ സംഗീതവും നൃത്തങ്ങളും വെച്ചു കൊടുത്ത് കുട്ടികളെ കാണിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഉരുട്ടി അണ്ണാക്കിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ ആ കുട്ടിയുടെ മോട്ടം എങ്ങോട്ടാണ്? ഉമ്മാന്റെ സുന്ദരമായ കണ്ണിനെ വെളിച്ചം കുട്ടി കാണുന്നില്ല. തന്റെ മാതാവിന്റെ സുന്ദരമായ കണ്ണിനെ വെളിച്ചം, ആ നക്ഷത്ര തിളക്കം, ഉമ്മയുടെ കണ്ണിലെ സൂര്യന്റെ പ്രഭയെ പോലെ വിട്ടുതിളങ്ങുന്ന വെളിച്ചം കുട്ടി കാണുന്നില്ല. മാതൃത്വത്തിന്റെ സുന്ദരമായ കൈപ്പുണ്യം കുട്ടിക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, അറിയുന്നില്ല. സ്നേഹം, ഉമ്മയുടെ സ്നേഹവും വാത്സല്യം അനുഭവിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. കൃത്രിമമായി, ആർട്ടിഫിഷ്യലായി ഈ പാട്ടും നൃത്തവും നോക്കി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പ്രിയപ്പെട്ട മട്ടന്നൂരെ പെട്ടെന്ന് നെറ്റില്ലാതെ തീർന്നു പോയാൽ എന്താ ചെയ്യാൻ മക്കള്? തൊണ്ടയിൽ ഭക്ഷണം വെക്കും. ഇറക്കാൻ മക്കൾക്ക് അറിയില്ല. നെറ്റ് റീചാർജ് ചെയ്ത് കൊടുത്താൽ ഭക്ഷണം ഇറങ്ങും. ഈ രീതിയിലേക്കുള്ള പുത്തൻ ഭക്ഷണ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കുന്ന സാധനം പഴയ കാലത്ത് ഉമ്മാന്റെ ആ നെഞ്ചിൽ ചാർന്ന് കിടന്ന് ഉറങ്ങുന്ന, ഉമ്മാമന്റെ നെഞ്ചിൽ ചാർന്ന് കിടന്ന് ഉറങ്ങുന്ന സുന്ദരമായ പഴയ കാലത്തെ അനുഭവങ്ങളൊക്കെ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഇന്ന് ഓരോ കുട്ടികളും നമ്മൾ ആലോചിച്ചിട്ട് ഉറങ്ങുമ്പോ നെഞ്ചിൽ മാട്ടിക്കൂപ്പറ കണ്ടുപിടിച്ച സാധനത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവസാനത്തെ കണ്ണടയുന്ന നിമിഷം വരെ ഇത് രാത്രി ഉറങ്ങുമ്പോൾ നെഞ്ചിൽ വെച്ച് ഉറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തപ്പുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജീവനില്ലാത്ത അവസ്ഥ ഞാൻ വെച്ച സ്ഥലത്ത് തന്നെയുണ്ടോ? ഇതിനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അഡിക്ഷൻ? രാസലഹരിയിലേക്ക് വരുന്നതിന് മുന്നേ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനോടുള്ള ആസക്തി. ഒരു വസ്തു കാണുമ്പോൾ അത് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു വസ്തു അനുഭവിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും അനുഭവിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചിന്തയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ആ അഡിക്ഷൻ എവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം? പരിശുദ്ധമായ റമദാനിന്റെ നോമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. പരിശുദ്ധമായ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. പരിശുദ്ധമായ ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഈ സമൂഹമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഈ നാടിനെ തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കണം. ഇതിന്റെ വർത്തമാന കാലഘട്ടം കലുഷിതമാണ്. കണ്ടില്ലേ, അടുത്ത കാലത്ത് 17 അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട മാതാവിന്റെ തലച്ചോറില് വലിയ രീതിയിലുള്ള അപകടം പറ്റി അല്ലെങ്കിൽ രോഗം ബാധിച്ചുകൊണ്ട് അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാ കുടുംബക്കാരും പറയുന്നു, ലഹരി കഴിക്കപ്പെട്ടുപോയ മകൻ വർഷങ്ങളോളം ചികിത്സ കഴിഞ്ഞ് നാട്ടിലെത്തിയെങ്കിലും അവന്റെ ക്രൂരത അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി കുടുംബം വീട്ടുകാർ ഒരാൾ പോലെ കേട്ടാൻ തയ്യാറാവാതെ വന്നപ്പോ ഉമ്മ പറയുന്നു, അവന്റെ കൂടെ താമസിച്ചോളാം, എന്റെ മോനാണവൻ, ഞാൻ മുമ്പ് പ്രസവിച്ച മോനാണവൻ,
പിറ്റേ രാവിലെ എന്താ സംഭവിച്ചത്? പണത്തിന് ചോദിച്ചപ്പോൾ കൊടുക്കാത്തതിന് പേരിൽ കത്തിയെടുത്തുകൊണ്ട് സ്വന്തം മാതാവിനെ വെട്ടി 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 കൊലപ്പെടുത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പോലീസ് വണ്ടിയിട്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോ പത്രക്കാർ ബൈക്കുമായിട്ട് പിന്നാലെ ഓടുമ്പോ അവൻ പറഞ്ഞൊരു വാക്ക്, അവന്റെ ഒരു പ്രവൃത്തി ആദ്യം തന്നെ ഒരു ഫ്ലൈയിങ് കിസ്. യാതൊരു പശ്ചാത്തലം മനസ്സിനെ ബാധിച്ചില്ല. അവസാനം പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ വാക്കുകൾ ഇതാണ്: എനിക്ക് ജന്മം നൽകിയതിന് ഞാൻ നൽകുന്ന ശിക്ഷയായിരുന്നു അതിരുന്ന. ഇത്രത്തോളം ഒരു മകന്റെ മനസ്സിനെ മലീനസമാക്കാൻ കഴിവുണ്ടെങ്കിൽ അത്തരം വസ്തുക്കളുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് ലഹരികളിൽ വരുന്ന രാസലഹരികളടക്കം. രാസലഹരിയുടെ പേരുകളൊന്നും നമ്മൾ അറിയണ്ട, നമ്മുടെ മക്കളും അറിയണ്ട. പക്ഷേ ഇന്നിന്റെ ഇത്തരം അപകടത്തിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എന്താണ്? ലഹരി ഉപയോഗിച്ച് ക്രൂരതയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരാളുടെ പശ്ചാത്തലം എങ്ങനെയാണ് അയാളെ ലഹരിയിലേക്ക് എത്തിക്കുന്നത്, അവിടെയും അടിപൊളി മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണം. ലഹരി കഴിച്ചതിന് ശേഷം നടത്തുന്ന ക്രൂരതയെ കുറിച്ചും അത് പരിഹരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാൻ അവന്റെ കുടുംബത്തിലോ അവനുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് തിരുത്താൻ അവരെ ഭാഗപ്പെടുത്തിയെടുക്കണം. അങ്ങനെ ഭാഗപ്പെടുത്തിയെടുക്കുമ്പോൾ അവൻ ലഹരിയിലേക്ക് വീഴുകയില്ല. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് രണ്ട് മുഖവിലുണ്ട്, രണ്ടും നല്ലത് തന്നെയാണ്. ഒരു കുട്ടി ലഹരിയിൽ അകപ്പെട്ടതിന് ശേഷം നടത്തുന്ന ക്രൂരതയെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് മൊത്തത്തിൽ കണ്ടത്. എന്നാൽ അത്തരം കുട്ടികൾ അത്തരം സംവിധാനങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കാൻ അവന്റെ കുടുംബാന്തരീക്ഷത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും നല്ല ഗൃഹാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണം. ഈ സാധനം നിങ്ങൾ നോക്കിയാട്ടെ, ഇത് വന്നതിന് ശേഷം ഞാൻ മോശമായിട്ട് പറയുന്നില്ല. രാസലഹരിയിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് ഡാറ്റ നമുക്ക് വേണം. ഇതിനൊരു കവറുണ്ട്, നിങ്ങൾ കണ്ടില്ല? തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ കവർ ലാസ്റ്റ് മാറ്റിയത് കവർ ശരിയാണ്. 150 രൂപയാണ് ഞാൻ കൊടുത്തത്. എന്റെ നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് റോഡിലേക്ക് നടന്നുമ്പോൾ വീണുപോയി. ആ മൊബൈൽ ഫോണിന്റെ കവറിൽ ഒരു സ്ക്രാച്ച് ഒന്ന് സങ്കല്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആ സ്ക്രാച്ച് വന്ന വല്ലാത്ത മാനസികമായിട്ടൊരു ടെൻഷൻ നമുക്കുണ്ടാവും. പുതിയ കവറല്ലേ, ആ കവറിൽ വല്ലാത്ത സ്ക്രാച്ച് വന്നിരിക്കുന്നത് കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇനി ഗ്ലാസ്സിനാണ് സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിലോ അതിനും വലിയ ടെൻഷനാണ്. ഒരാഴ്ച ഭക്ഷണം കഴിക്കാൻ പോലും മര്യാദ കഴിയില്ല. അയ്യോ ഫോണ് വിളിക്കുമ്പോൾ കലയുടെ ഗ്ലാസ് കണ്ടോ, വല്ലാത്ത ടെൻഷനാണ്. എന്ന പ്രിയപ്പെട്ട മട്ടന്നൂരിന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, ഈ സാധനം മക്കളുടെ കൈകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കൾ ലോകാരോഗ്യ സംഘടന അടിവരയിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്: 3 വയസ്സ് വരെയുള്ള കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കല്ലേ. ചിന്തിക്കണം നമ്മൾ, 3 വയസ്സ് വരെയുള്ള കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ സ്പർശിക്കാൻ പോലും കൊടുക്കല്ലേ എന്ന് പറയുന്നു. 3 വയസ്സ് മുതൽ 8 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷിതാക്കന്മാർ 10 മിനിറ്റ് കുട്ടിയുടെ കൂടെ ഇരിക്കണം. എന്താണ് കണ്ടത്? അവരുടെ കൂടെ ഇരിക്കണം, മോണിറ്റർ എന്ന് പറയും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഈ സാധനം നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മക്കളുടെ മനസ്സിനാണ് സ്ക്രാച്ച് വരുന്നത്. ആ മക്കളുടെ മനസ്സിൽ ഒരു സ്ക്രാച്ച് വന്നാൽ മട്ടന്നൂർ ടൗണിലുണ്ടോ ആ സ്ക്രാച്ച് മാറ്റുന്ന കവറുണ്ടോ? ഇല്ല. എന്റെ തലശ്ശേരി ഉണ്ടോ? ഇല്ല. മൊബൈൽ ഫോണിന്റെ കവർ മാറ്റാം, ഗ്ലാസിന്റെ കവർ മാറ്റാം. മക്കളുടെ മനസ്സ് മലീനസമായ ആ മലീനസമായ കവർ മാറ്റാൻ ലോകത്തിലെ ഒരു കമ്പനി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കവർ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. ആ മക്കളുടെ മനസ്സ് മലീനസമാകാതിരിക്കാനുള്ള ഏറ്റവും നല്ല ജാഗ്രത പുലർത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജാഗ്രത പുലർത്താൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മഹല്ലെ നിവാസികളെ, ഇതിന്റെ സംഘാടകരെ, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ മക്കളെ കുറിച്ച് നമ്മൾ അറിയണം. അവിടെ പ്രായങ്ങളെ കുറിച്ച് അറിയണം, അവിടെ പഠനത്തെ കുറിച്ച് നമ്മൾ അറിയണം, അവിടെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് അറിയണം. അവരെ തിരുത്തേണ്ടവരുണ്ടെങ്കിൽ തിരുത്തുവാൻ രക്ഷിതാക്കന്മാരുടെ പിന്തുണയോടുകൂടി അത്തരം തിരുത്തൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കണം. പല രക്ഷിതാക്കന്മാരുടെ പ്രശ്നം എന്താണ്? വെറുതെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു കണ്ട കാര്യം പറയുന്നു: നിന്റെ മോനെ ഇന്നലെ 11 മണിയാകുമ്പോൾ മട്ടന്നൂർ ടൗണിൽ തിരിഞ്ഞു കളിക്കുന്ന കണ്ടല്ലോ എന്നൊരു രക്ഷിതാവ് തൊട്ടടുത്ത വീട്ടിലെ രക്ഷിതാവിനോട് പറഞ്ഞാൽ എന്താ സംഭവിക്കും? അയാൾക്ക് ഇഷ്ടപ്പെടില്ല. ഉടൻ തന്നെ പറയും: അത് ഞാനൊരു സാധനം വാങ്ങുന്നവനെ അയച്ചതാ, അവിടെ ക്ലോസ് ചെയ്തത്. എന്റെ മകനെ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്റെ മകളെ കുറിച്ച് മോശം പറയുമ്പോൾ എനിക്കത് കൊള്ളുന്നു. എന്നാൽ അടിവരയിക്കൊണ്ട് ഇന്നിന്റെ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മട്ടന്നൂർ മഹല്ലെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, യുവത്വത്തിന്റെ പ്രതീകമായ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടികളെ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു: എനിക്ക് 2 പെൺകുട്ടികളും 8ാം ക്ലാസ്സിലും ഡിഗ്രിക്ക് പഠിക്കുന്ന 2 കുട്ടികളെ എനിക്കുള്ളത്. അടിവരയിക്കൊണ്ട് ഞാൻ കൂടെ പറയട്ടെ, എന്റെ 2 മക്കളെയും ഞാൻ തന്നെ നോക്കിക്കോളാം. പക്ഷേ ഈ പള്ളിയിൽ വെച്ച് അള്ളാഹുവിന്റെ ഭവനത്തിൽ വെച്ച് ഞാൻ കൂടെ പറയുന്നു, ഞാൻ തന്നെ നോക്കും. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങളും കൂടി ഒന്ന് നോക്കണേ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തോടെ നാട് കടന്നു പോകുന്നു.
പറയണം വെച്ചുകൊണ്ട് എന്റെ മക്കളെ ഞാൻ നോക്കിക്കോളും, പക്ഷേ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ കൂടി ഒന്ന് നോക്കണേ എന്ന് പരസ്പരം പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെ നാട് നീങ്ങുന്നത്. പരസ്പരം പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെ നാട് നീങ്ങുന്നത്. 6:30 മണിയാകുമ്പോൾ വൈകുന്നേരം കോഴി കയറിയില്ലെങ്കിൽ എത്ര രക്ഷിതാക്കന്മാർക്ക് ടെൻഷൻ അടിക്കുമ്പോമാർക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 6:30 മണിയായി മകരി പോകാൻ കഴിഞ്ഞ് കോഴിക്കോട് നോക്കുമ്പോൾ കാര്യമാണ്, കോഴിയൊന്നും കൂട്ടിക്കറിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന രക്ഷിതാക്കന്മാർ അടുത്ത വീട്ടിൽ പോയി ചോദിക്കൂലേ, എന്റെ രഹസ്യത എന്റെ വെള്ളം കൊടുത്തുള്ള കോഴിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല മോളെ, എന്റെ കോഴി കൊണ്ടുവന്നില്ലല്ലോ. അടുത്ത വീട്ടിലൂടെ എന്റെ ബാധ്യത എന്റെ വെള്ളം കടന്ന കുത്തുകുത്തുള്ള കോഴി ഈ ഭാഗത്ത് എവിടെയും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കൂലേ? ഇല്ല എന്ന് പറയും. എന്നാൽ 6:30 മണി കഴിഞ്ഞ് മഗ്‌രിബ് ബാങ്ക് കഴിഞ്ഞ് നിസ്കാര സമയം കഴിഞ്ഞ് 10ാം ക്ലാസ് പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന എന്റെ നിങ്ങളുടെ മക്കൾ വീട്ടിലെത്തിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചോദിക്കാറുണ്ടോ? എന്റെ റഫീഖ എന്റെ മോനെ കണ്ടിട്ടുണ്ടോ? ചോദിക്കാറുണ്ടോ? മഗ്‌രിബ് കഴിഞ്ഞു എന്റെ ഒരു ബഷീർ ഖാൻ എന്റെ മോനെ കണ്ടിട്ടുണ്ടോ? ചോദിക്കാറുണ്ടോ? ഇല്ല. എന്താ കാരണം? കോടികളാണ് വീട്ടിൽ കയറുന്നത്. മക്കൾ വൈകിയോട് തീവണ്ടി പോലെന്ന സാധനം ഇത് ആര് പാകപ്പെടുത്തി? ഈ സംസ്കാരം എങ്ങനെയാണ് വിഷയത്തിലേക്ക് നമ്മൾ പാകപ്പെട്ടു പോകുന്നത്? തൂല് കൊണ്ടുള്ള അല്ലെങ്കിൽ ഈ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൗമാരം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? എനിക്കും കൗമാരക്കാരി കുട്ടിയുണ്ട്. ഞാൻ പല കാര്യങ്ങളുടെ മുകളിൽ നിന്ന് പഠിക്കാറ്. കൗമാരം എന്ന് പറഞ്ഞാൽ ബാല്യത്തോട് വിട പറഞ്ഞു എന്നാണ് അർത്ഥം. ഒരു മുതിർന്ന വ്യക്തിയിലേക്ക് അടുക്കുകയും ബാല്യത്തോട് വിട പറയുകയും ചെയ്ത കാലഘട്ടത്തിനിടയിൽ ആ പ്രായമാണ് കൗമാരം. ഈ കൗമാര കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ അറിയുന്ന രക്ഷിതാക്കന്മാർ ആ കാലഘട്ടം കഴിഞ്ഞ് വന്നവരെ നമ്മൾ എന്താണ് കൗമാരകാലത്തെ പ്രശ്നം? ഹോർമോൺ വ്യതിയാനമുള്ള പ്രായമാണ്, ശബ്ദത്തിന് വ്യതിയാനം വരുന്ന പ്രായമാണ്, ചിന്തകളുടെ വ്യതിയാനം വരുന്ന പ്രായമാണ്, ജിജ്ഞാസയുടെ പ്രായമാണ്, ദീർഘവീക്ഷണമില്ലാത്ത പ്രായമാണ്. ആകാശത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറക്കാൻ വെമ്പൽ കൊള്ളുന്ന പട്ടങ്ങളെ പോലെയാണ് കൗമാരം. മക്കൾ പറക്കും ആകാശത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറക്കും. പക്ഷേ പട്ടങ്ങൾ മഹലിലെ ഓരോ രക്ഷിതാക്കന്മാരുടെയും കയ്യില് ആ മക്കളാവുന്ന പട്ടത്തിന്റെ നൂല് വേണം. ആ നൂല് പിടിച്ചുകൊണ്ട് മകനിപ്പാകുമ്പോൾ ആ പട്ടത്തെ വീട്ടിനുള്ളിൽ എത്തിക്കാൻ കഴിയണം. ആകാശത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറന്ന് സ്വപ്നം കണ്ടുള്ള നമ്മുടെ മക്കള്. പക്ഷെ ആ മക്കളാവുന്ന പട്ടത്തിന് നൂല് പൊട്ടാതിരിക്കാൻ ഏറ്റവും സുന്ദരമായി നൂല് പിടിച്ചുകൊണ്ട് എന്റെ കയ്യിൽ മന്ത്രമാണെന്ന രീതിയിലേക്ക് ജാഗ്രത പുലർത്താൻ ഓരോ രക്ഷിതാവിന് സാധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പോയിട്ട് ലഹരി രാസലഹരിയിലേക്ക് നമ്മൾ അറിയണം. എന്താ ചെയ്യുന്നത്? രാസലഹരി ഒന്ന് തൊട്ടുപോയാൽ പെട്ടുപോയാൽ കൊണ്ടുപോയി, തൊട്ടാ പെട്ടുപോയാൽ കൊണ്ടുപോകും. ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ പിടിക്കപ്പെടുന്ന പ്രായത്രയാണ് 20, 21, 22. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഇന്നലെ ആ രാവിലെ കണ്ണൂർ ജില്ലയിൽ 2 ചുറുചുറുക്കളിൽ ചെറുപ്പക്കാരെ രാസലഹരിയുമായി പിടിച്ച നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നിശബ്ദമായിട്ടുണ്ടാവും. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നീങ്ങുമ്പോ ആ വീടിന്റെ മേൽക്കൂരയിൽ അല്ലെങ്കിൽ മേലത്തെ നിലയിൽ ഇരുന്നുകൊണ്ട് രാസലഹരിയിലേക്ക് വിൽപ്പന നടത്താൻ വേണ്ടി ചുറുചുറുക്കുള്ള ഈ നാടിനെ നാളെ നയിക്കേണ്ട ഉപ്പയ്ക്കും താമും തമിഴുമാവേണ്ട നാളെ പരലോകത്ത് സുന്ദരമായ ജീവിതമുണ്ട് എന്ന ചിന്ത പോലുമില്ലാതെ ഇത്തരം അധാർമികതയിലേക്ക് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും വീട് പോകുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസം ഇന്നത്തെ പത്രം എടുത്താൽ നിങ്ങൾക്ക് കാണാം. ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ 2 ചെറുപ്പക്കാരുടെ പേരുകൾ പരിശോധിക്കണം. നിങ്ങൾ ഏത് പേരുകളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധമായ നോമ്പ് മാസമാണ്. നോമ്പ് തലയിലേക്ക് എത്തിയിട്ടില്ല. മരണമുണ്ട്, അതിനെക്കുറിച്ച് അവർക്ക് ബോധ്യം വന്നിട്ടില്ല. നാളെ ഒരു ജീവിതമുണ്ട്, അതിനെക്കുറിച്ച് അവർക്ക് ബോധ്യം വന്നിട്ടില്ല. അവിടെ വെള്ളിയാഴ്ചയെന്നോ വ്യാഴാഴ്ചയെന്നോ അവിടെ ദുൽഹജ്ജെന്നോ അല്ലെങ്കിൽ റമദാനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ അധാർമികതയിലേക്ക് നീക്കുന്ന ഈ രാസലഹരി എന്റെ നിങ്ങളുടെ വീടുകളെത്താതിരിക്കാൻ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്താണ് രാസലഹരി എന്ന് പറയുന്നത്? മനുഷ്യന്റെ തലച്ചോറിന്റെ CNS ബാധിക്കും. CNS എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീവ്യൂഹം. ലഹരി, രാസലഹരി എവിടെ ബാധിക്കുന്നു മനുഷ്യനെ? കേന്ദ്ര നാഡീവ്യൂഹത്തെ. ആ കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്വഭാവം നഷ്ടപ്പെട്ടു. ആ സ്വഭാവം നഷ്ടപ്പെട്ടു എന്താവും? 2 കാലം മനുഷ്യൻ, 2 കാലം മൃഗമാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണെങ്കിൽ മനുഷ്യന് ചിന്തിക്കാനും ചിരിക്കാനും കഴിവ് പടച്ചോൻ നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും കഴിവ് മൃഗങ്ങൾക്കതില്ല. ആ വിശേഷ ബുദ്ധിയുള്ളവരെ നമ്മൾ. എന്നാൽ രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളിൽ വീണുപോയ 20, 21, 22 വയസ്സുള്ള ചെറുപ്പക്കാരികൾ
ചെറുപ്പക്കാരികളും രണ്ട് കാലം മൃഗമായി മാറുന്ന വർത്തമാനകാല സാഹചര്യത്തെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ഉണർന്ന് പ്രവർത്തിക്കണം. എന്റെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഈ വിഷയം എന്റെ വീട്ടിൽ ഒരിക്കലും എത്തില്ല എന്നൊരു ധാരണ ഒരൊറ്റ രക്ഷിതാക്കന്മാർക്ക് വേണ്ട. അങ്ങനെ സ്വപ്നം കണ്ട രക്ഷിതാക്കന്മാരുടെ വീട്ടിൽ തന്നെയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ വന്നിരിക്കുന്നത്. രാസലഹരി മനുഷ്യന്റെ സ്വബോധത്തെ ബാധിച്ചു ചെല്ലുന്നത് സംഭവിക്കും. സ്വബോധം പോയി. എനിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വാദം തോന്നുന്നത് എന്റെ ഭാര്യയാണെങ്കിൽ, എനിക്ക് എന്റെ ഭാര്യയാണ് തോന്നണമെങ്കിൽ വാദം തോന്നുന്നത് എന്റെ രക്തം എന്റെ മകളാണ്, ഈ ഉടുപ്പ് ധരിച്ചിരിക്കുന്ന എന്റെ മകളാണ് എനിക്ക് തോന്നുന്നത് സ്വബോധം. എന്റെ ഭാര്യയാണ് തോന്നുന്നത് സ്വബോധമാണ്. ഇതെന്റെ സഹോദരിയാണ്, എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിന് എനിക്ക് യേശുക്രിസ്തുവിന്റെ പ്രിയപ്പെട്ട സഹോദരിയാണ് എന്ന് തോന്നണമെങ്കിൽ എനിക്ക് സ്വബോധമാണ്. ആ സ്വബോധത്തെ തകർത്ത് കളയുന്ന സാധനമാണ് രാസലഹരി. അടിവരയിട്ട് ഞാൻ പറയട്ടെ, രാത്രി 12 മണിക്ക് 1 മണിക്ക് വീട്ടിലെത്തുന്ന മക്കൾ കോളിപ്പലടിക്കുമ്പോ എത്ര ഉമ്മമാർക്ക് ധൈര്യമുണ്ടാവും, അമ്മമാർക്ക് ധൈര്യം ഉണ്ടാവും, സഹോദരിമാർക്ക് ധൈര്യം ഉണ്ടാവും. മാത്രം ഇന്നത്തെ കാലത്ത് 12 മണിക്ക് കോളിപ്പല് വന്ന് 1 മണിക്ക് കോളിപ്പലടിച്ച് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി കോളിപ്പലടിക്കുന്ന മക്കൾക്ക് വാദം തുറന്നു കൊടുക്കാൻ ഇതിന്റെ വർത്തമാന കാലഘട്ടത്തിൽ എത്ര സഹോദരിമാർക്ക്, എത്ര മാതാവിന്, എത്ര രക്ഷിതാക്കന്മാർക്ക് ധൈര്യം ഉണ്ടാവും? എത്ര ധൈര്യം? കുട്ടികളെല്ലാം രാത്രി കാലങ്ങളിൽ ഒഴിഞ്ഞ കടയുടെ പിന്നിലേക്ക് പോയി, പൂട്ടിയ കടയുടെ പിന്നിലേക്ക് പോയി. അത് പലപ്പോഴും ഞാൻ അതാ നേരത്തെ പറഞ്ഞ ടർഫിന്റെ പേരിൽ പോകും. ടർഫിൽ എത്തിയിട്ടുണ്ടോ മോണിറ്റർ ചെയ്യേണ്ടത് രക്ഷിതാക്കന്മാർ. പള്ളിയിലാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, പള്ളിയിൽ എത്തിയിട്ടുണ്ടോ, തറാവീഹ് അവിടെ ഉണ്ടായിട്ടുണ്ടോ മോണിറ്റർ ചെയ്യണം. അത് രക്ഷിതാക്കന്മാർ മോണിറ്റർ ചെയ്യാൻ സാധിക്കണം. ഈ മറവിൽ, ഇരുട്ടിന്റെ മറവിൽ 4 ചെറുപ്പക്കാർ കൂടിയാൽ മതി. ഈ 4 ചെറുപ്പക്കാർ സംസാരിക്കുന്ന ഒരുപക്ഷെ മൊബൈൽ ഫോൺ, അവിടെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൽ നിന്നാണ് അടുത്ത ഘട്ടത്തിലേക്ക് അവരെത്തുക. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സുപ്രധാനമായ ഒരു സെക്കൻഡിലേക്ക് എത്തുന്നതല്ല. ഒരുപാട് പ്രൊസീജിയറിലൂടെയാണ് അവസാനിക്കുന്ന ദുരന്തത്തിലേക്ക്. 4 പേര് ഒരുമിച്ചിരിക്കുന്ന 4 സുഹൃത്തുക്കൾ. പരിശുദ്ധമായ ഈ ഭവനം ഒരു പരിശുദ്ധമായ പാൽ, പരിശുദ്ധമായ, പക്ഷേ ശുദ്ധമായ പാലിൽ ഒരു തരി ഉപ്പ് വീണാലും ആ പാല് ശുദ്ധമായി. 4 മക്കൾ ഒരുമിച്ചിരിക്കുന്നു. ആ 4 മക്കളിൽ ഒരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചിന്ത വന്നു പോയാൽ മറ്റ് 4 പേരും 3 പേരും അതിൽ അകപ്പെട്ടു പോയി. അത്രയേ ഉള്ളൂ. അത്രമാത്രം വേഗത്തിൽ പിടികൂടാൻ ഇതിന് കഴിയും. കാരണം ക്യൂരിയോസിറ്റിയാണ് കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം. ഞാൻ നിങ്ങൾ കഴിച്ച ചേപ്പും പഴയ കാലത്തെ പച്ചക്കായും ചേപ്പും ഇങ്ങനത്തെ സാധനം പറയാം, കിഴങ്ങിനൊക്കെ പറയാം, കുട്ടികൾ ചിലപ്പോൾ ഉപയോഗിക്കും. അങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു. എന്ന് നല്ല ഭക്ഷണം കഴിച്ച് എക്സ്ട്രാ ഊർജ്ജം ഇങ്ങനെ കെട്ടിക്കിടക്കുക. ഈ എക്സ്ട്രാ ഊർജ്ജം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ അത് വിനിയോഗിക്കണം. അത് വിനിയോഗിക്കാൻ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരാം, ഖുർആൻ പാരായണത്തിലേക്ക് കൊണ്ടുവരാം, സൗഹൃദത്തിന്റെ സുന്ദരമായ നിമിഷങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ആ കെട്ടിക്കിടക്കുന്ന ഊർജ്ജങ്ങൾ വിനിയോഗിക്കാൻ വേണ്ടി എടുക്കും കുത്തും കാണാൻ വേണ്ടി സുഹൃത്തുക്കളെ എത്ര കിലോമീറ്റർ വേണമെങ്കിൽ പോകും. പരീക്ഷണത്തിന് വേണ്ടി ഇത്തരം സാധനങ്ങൾ രുചിച്ചു നോക്കും. അങ്ങനെ തൊട്ടുപോയാൽ വിട്ടുപോയി, വിട്ടുപോയാൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ കിട്ടുകയില്ല നമ്മുടെ മക്കളെ. 12 മണിക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു ഉമ്മാക്ക് പറയാൻ കഴിയും, ഒരു മാതാവിന് പറയാൻ കഴിയും, എന്റെ പ്രിയപ്പെട്ട മോനാണ് കോളിപ്പലടിച്ചത്, അതാണ് മാതാവിന്റെ ഹൃദയം. എന്നാൽ ഉള്ളിലേക്ക് കിടക്കുന്ന മകന് വാതിൽ തുറന്നു കൊടുത്ത് ഉള്ളിലേക്ക് കിടക്കുന്ന മകനെ ഈ പറഞ്ഞു ധരിച്ചിരിക്കുന്ന എന്റെ ഉമ്മയാണ്, ഈ സാരി ധരിച്ചിരിക്കുന്ന എന്റെ മാതാവാണ്, ഈ ഉടുപ്പ് ധരിച്ചിരിക്കുന്നത് എന്റെ മകളാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ സ്വബോധമാണ്. സ്വബോധമില്ലെങ്കിൽ സ്വന്തം മാതാവിനെ പിച്ചു ചെയ്തു, സ്വന്തം സഹോദരനെ പിച്ചു ചെയ്തു, സ്വന്തം മകളെ പീഡിപ്പിക്കും. കാരണം മനുഷ്യന് സ്വബോധമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. പട്ടിക സമമാക്കി മാറ്റി, മൃഗത്തിന് സമമാക്കി മാറ്റി. ഇന്ന് വെള്ളിയാഴ്ച എനിക്ക് നിങ്ങൾക്ക് അറിയാം, 7-ാം തീയതിയാണ് മാർച്ച് മാസം. എനിക്ക് നിങ്ങൾക്ക് അറിയാം, ഈ മട്ടന്നൂർ ടൗണിലൂടെ നടന്നു പോകുന്ന ഒരു പട്ടി ഉണ്ടെങ്കിൽ ആ പട്ടിക്കറിയുന്ന വെള്ളിയാഴ്ച. ഇന്ന് മാർച്ച് മാസം 7-ാം തീയതി ഇതിൽ നടന്നു പോകുന്ന പട്ടിക്കറിയില്ല. എനിക്ക് നിങ്ങൾക്ക് അറിയാം. അതാണ് വിശേഷ ബുദ്ധി, അതാണ് പടച്ചോൻ നമുക്ക് നൽകിയ വിശേഷ ബുദ്ധി. ആ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ വിശേഷ ബുദ്ധിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി പട്ടികളെ പോലും ലജ്ജിപ്പിക്കുന്ന ദയനീയമായ സാഹചര്യത്തിലേക്ക് എത്തുന്ന ഇത്തരം രാസലഹരികളിലേക്ക് നമ്മുടെ മക്കൾ വീഴാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക്? വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ട് 4:30 മണിക്ക് വീട്ടിലെത്തുന്ന മക്കളാണെങ്കിൽ 4:40 മക്കൾ എത്തുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മട്ടന്നൂരെ ആ 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാൻ കഴിയണം. നമ്മൾ വിചാരിക്കും 10 മിനിറ്റ് ലേറ്റ്, എന്തിനാണ് മോണിറ്റർ ചെയ്യുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുന്ന രക്ഷിതാവാണ്. ആ ചോദ്യത്തിൽ സ്നേഹം വേണം, പരിഗണന വേണം, കരുതൽ വേണം, ലാളന വേണം. 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ മക്കളോട് ചോദിക്കണം. പക്ഷെ ആ ചോദ്യത്തിൽ സ്നേഹവും പരിഗണനയും കരുതലും ലാളനയും എല്ലാം വേണം. എങ്ങനെ ചോദിക്കണം? എന്റെ മോനെ
10 മിനിറ്റ് ലേറ്റ് ആണ്, എന്ത് പറ്റി? എന്റെ മോളെ ഇന്ന് 10 മിനിറ്റ് ലേറ്റ് ആണല്ലോ, എന്ത് പറ്റി? അതിനുത്തരം പറയും കുട്ടി. മറിച്ച് 10 മിനിറ്റ് ലേറ്റ് ആണല്ലോ, എവിടെയാ പോയത്? ഈ ശകാര ചോദ്യത്തിന് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഉത്തരം പറയില്ല. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ രക്ഷിതാവിന്റെ രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. 4:30 മണിക്ക് എന്റെ മോളോ നിങ്ങളുടെ മോളോ 4:15 പോയാൽ നേരത്തെ അല്ലേ എന്തിനാ ചോദിക്കുന്നവർക്ക് മാറി നിൽക്കരുത്. അതെങ്ങനെ നേരത്തെ എത്തുക? ആരുടെ വണ്ടിയിൽ വന്നു, ആരുടെ ബൈക്കിൽ വന്നു, ആരുടെ കാറിൽ വന്നു, എന്റെ മോളെങ്ങനെ നേരത്തെ എത്തി? ഇത് മോണിറ്റർ ചെയ്യുന്ന രക്ഷിതാവാണ്. ഇത് മോണിറ്റർ ചെയ്യുന്ന രക്ഷിതാവാകാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടില്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട. ചോദ്യങ്ങൾ നമ്മൾ പിന്നീട് ചോദിച്ചാൽ ഉത്തരം പറയാൻ നമ്മൾ തയ്യാറാവില്ല. ഒരു രക്ഷിതാവും ആ കടമ പൂർണ്ണമായി നിർവഹിക്കുന്നുണ്ടോ? വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മക്കളോട് ചോദിക്കണം. 16-15 വയസ്സാകുമ്പോഴേക്കും ഉപ്പയും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുമോ? സംസാരിക്കുന്നില്ല, റോഡിൽ കണ്ടാൽ മിണ്ടുന്നില്ല, സലാം ചെല്ലുന്നില്ല, പോലീസിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പേടിച്ചു മാറുന്ന പോലെ മാറിപ്പോകുന്ന കാലഘട്ടത്തിലേക്ക് സ്വന്തം പിതാവിനെ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ അത് ചേർത്ത് പിടിക്കാൻ കൗമാരക്കാരെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. നേരെ തിരിച്ച് രക്ഷിതാക്കന്മാർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ സാധനം അകത്തകത്ത് പോകുന്നത്? വീട്ടിലെത്തി കഴിഞ്ഞാൽ മക്കളുമായിട്ട് സംസാരിക്കാൻ വിഷയമുണ്ടാക്കി മക്കളോട് സംസാരിക്കണം. ഇന്ന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്, മദ്രസ വിട്ട് വന്നിട്ടുണ്ട്, എന്താ വിഷയം? ഈ വിഷയങ്ങൾ ചോദിക്കാൻ രക്ഷിതാക്കന്മാരായ രീതിയിൽ ഞാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ യാതൊരു സംശയം വേണ്ട, നല്ല ശ്രോതാക്കളാവാൻ രക്ഷിതാക്കന്മാരുടെ രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ പിന്നെ ഒരു വിഷയം നമ്മൾ പറയില്ല. റോട്ടിലൂടെ വരുമ്പോൾ ഉപ്പ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, മക്കൾ ഉപ്പയോട് പറഞ്ഞിട്ട് കാര്യമില്ല, പറയൂല. ഉപ്പയോട് പറയുന്നുണ്ട്, പക്ഷെ പറഞ്ഞാൽ കേട്ട മൈൻഡില്ല, പറയൂല. അങ്ങനെ മക്കൾ പറയുന്ന കാര്യങ്ങൾക്ക് മികച്ച ശ്രോതാവാകാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ എന്താവണം? മക്കളെ കണ്ടാൽ നമ്മൾ തയ്യാറായില്ലെങ്കിൽ, മക്കൾ കൊടുക്കേണ്ട സ്നേഹവും പരിഗണിക്കരുത് ഞാൻ നിങ്ങൾ വേണ്ടുവോളം കൊടുത്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കാൻ ഇഷ്ടം പോലെയാണ് പുറത്തുണ്ട്. എനിക്ക് പറഞ്ഞ മനസ്സിലായി. ഞാൻ കൊടുക്കേണ്ട സ്നേഹം, നമ്മൾ കൊടുക്കേണ്ട സ്നേഹം പരിഗണന കരുതലിലാണ്. എന്റെ മോനെ ഇന്ന് പള്ളിയിൽ പോകുമ്പോ ഈ ഡ്രസ്സൊക്കെ കാണാൻ ഇതെന്തൊരു സുന്ദരന എന്ന് പറഞ്ഞ മോനെ ചേർത്ത് പിടിക്കേണ്ടത് ഉമ്മയാണ്. മോളെ കല്യാണത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങുന്ന മോളെ വസ്ത്രം എത്ര സുന്ദരിയായിട്ടുണ്ട്, ചേർത്ത് പിടിക്കേണ്ടത് ഉമ്മയാണ്, ഉപ്പയാണ്. ഈ പരിഗണന ഞാൻ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ കൃത്രിമമായി കൊടുക്കാൻ പുറത്താളുണ്ട്, അപകടകരമായ സ്നേഹം കൊടുക്കാൻ പുറത്താളുണ്ട്, അപകടകരമായ പരിഗണന കൊടുക്കാൻ പുറത്താളുണ്ട്, അപകടകരമായ ചേർത്ത് പിടിക്കൽ കൊടുക്കാൻ പുറത്താളുണ്ട്. അവരിലേക്ക് മക്കൾ വീട് പോയാൽ കിട്ടുകയില്ല, നമുക്ക് പിന്നെ കിട്ടുകയില്ല. പെൺകുട്ടികളടക്കം ഒരു കാലത്ത് ആൺകുട്ടികളെ കുറിച്ച് മാത്രം ആവലാതി ടെൻഷൻ അടിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഓരോ രക്ഷിതാക്കന്മാരും കോളേജ് തൊട്ട് സ്കൂൾ വിട്ട് ഒരു സെക്കൻഡ് വൈകുമ്പോൾ തന്നെ ചുരുങ്ങി നിൽക്കുകയാണ്. അത്തരം വാർത്തകളല്ലേ ഓരോ സെക്കൻഡിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. രാസലഹരിയുമായി ബന്ധപ്പെട്ട കണ്ടില്ലേ നിങ്ങൾ? പെൺകുട്ടികളടക്കം പിടിക്കപ്പെടുന്ന കേസുകൾ പെടുന്നു. എന്നിട്ട് തളിപ്പറമ്പ് ഭാഗത്തൊക്കെ യാത്ര ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ, പുതിയൊരു ഭാഗത്തൊക്കെ യാത്ര ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾ ഇരുചക്ര വാഹനത്തിലായാലും 4 ചക്ര വാഹനത്തിലായാലും ബസ്സിലായാലും യാത്ര ചെയ്യുമ്പോ നിങ്ങൾ ഈ പുതിയ തെരുവ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എത്തുന്നതിന് മുന്നേ കുറച്ച് താഴോട്ടേക്ക് ഞാൻ കുടിക്കൊണ്ടിനെ തൊട്ടിപ്പുറത്തേക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ കാണാം. ആ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന ആ ബോർഡ് നിങ്ങൾ കാണുമ്പോൾ, സെൻട്രൽ പ്രിസൺ കാണുമ്പോൾ വെറുതെ അങ്ങോട്ടേക്ക് വൈകുന്നേരമാണ് യാത്ര ചെയ്യുന്നത്. നോക്കിയാൽ മതി, എന്താ കാണുന്നറിയോ? വരിയായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ആളെ കാണാൻ നിങ്ങൾക്ക്. അതിൽ ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും, ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ക്യൂ. വൈകുന്നേരം ആ സെൻട്രൽ ജയിലിന്റെ പേരിൽ നിൽക്കുന്ന ക്യൂ എന്തിന്റെ ക്യൂ ആണെന്നറിയോ? ജയിലിലെ ചപ്പാത്തി വാങ്ങാൻ നിൽക്കുന്ന ക്യൂ അല്ല, ജയിലിലെ ബിരിയാണി വാങ്ങാൻ നിൽക്കുന്ന ക്യൂ അല്ല. ഉള്ളിൽ കിടക്കുന്ന മകനെ കാണാൻ, ഉള്ളിൽ കിടക്കുന്ന മകളെ കാണാൻ, ഉള്ളിൽ കിടക്കുന്ന സഹോദരിയെ കാണാൻ, ഉള്ളിൽ കിടക്കുന്ന സുഹൃത്തിനെ കാണാൻ അവിടുത്തെ വിസിറ്റേഴ്സ് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് ക്യൂ നിൽക്കുന്ന ക്യൂട്ടത്തിൽ ഞാനും നിങ്ങളും ഇല്ലാതിരിക്കണമെങ്കിൽ ഈ വിഷയത്തിൽ നമ്മുടെ മക്കൾ അകപ്പെടാതിരിക്കണം. ഡി അഡിക്ഷൻ സെന്ററിൽ മക്കൾക്ക് കൂട്ടിനെ കൊണ്ടുപോയിട്ട് അവരെ ചികിത്സിക്കുമ്പോ ചികിത്സിക്കുന്ന മക്കൾക്ക് കൂട്ടിരിക്കുന്ന കൂട്ടത്തില് ഞാനും നിങ്ങളും ഇല്ലാതിരിക്കണമെങ്കിൽ ഈ അപകടത്തിൽ നമ്മുടെ മക്കൾ പെടാതിരിക്കണം. മാനസികാരോഗ്യ ആശുപത്രിയിൽ മക്കൾ അകപ്പെട്ടു പോയി അവിടെ കൂട്ടിരിക്കുന്ന കൂട്ടത്തില് ഞാനും നിങ്ങളും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ ഈ കൂട്ടത്തിലൊന്നും ഇല്ലാതിരിക്കണം. അതിന് ഏറ്റവും നല്ല ജാഗ്രത പുലർത്താൻ സാധിക്കണം. മക്കളെ ചേർത്ത് പിടിക്കാനും സലാം ചെല്ലാനും തിരിച്ചു ചെല്ലാനും, അങ്ങനെ കണ്ടാൽ സലാം ചെല്ലണം എന്ന സുന്ദരമായ ബോധം, ധാർമ്മിക ബോധം, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിയുറച്ച ഇത്തരം നന്മയുടെ വിത്തുകളെ മക്കളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഒരു രക്ഷിതാവിന് സാധിക്കണം. നോമ്പെടുത്തുകൊണ്ട് കുത്തുന്നതിന് പകരം പരിശുദ്ധമായ ഈ മാസത്തിൽ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ
വാട്സപ്പിൽ കുത്തിക്കൊണ്ട് നോമ്പിന്റെ സമയം കളയേണ്ടവരല്ല. വൈകുന്നേരം 6:42 ആവാൻ വേണ്ടിയിട്ട് ആ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലെ ബെഡിൽ കിടന്ന് AC യോട്ട് ഇതിങ്ങനെ കുത്തി സമയം കളയുന്നതല്ലോ, പട്ടിണി കിടക്കുന്നതല്ലോ നോമ്പ്. അവിടെ കുട്ടികളുടെ കൈകളിൽ നിങ്ങൾ നോക്കണം. എന്റെ കുട്ടികളായി നിങ്ങളെ കുട്ടികളുടെ കൈകളിലായി കഴിഞ്ഞാലും അവിടെ സമയം കൊല്ലാൻ വേണ്ടിയിട്ട് ഈ 6:42 ആവുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി പരിശുദ്ധമായ റമദാനിന്റെ നോമ്പിന് എത്രത്തോളം പവിത്രതയുണ്ട്, ആത്മീയതയുണ്ട്, എത്രത്തോളം ശാസ്ത്രീയ വശങ്ങളുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ 6:42 വേണ്ടി അവിടെ കടന്നുറങ്ങി ആ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് വന്ന് വെള്ളവും ഭക്ഷണം കഴിക്കുന്ന ആ ശീലത്തിൽ നിന്ന് മാറണം. ദിക്ർ ചൊല്ലിക്കൊണ്ട് 6 മണിയാകുമ്പോൾ തന്നെ വീട്ടിന്റെ മുന്നിൽ നിന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ട് സുന്ദരമായ ആ ബാങ്ക് സമയത്തേക്ക് ആത്മീയമായ നിമിഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഈ 4 ചുമട്ടുള്ളിൽ കൂടി ഈ സാധനം പിടിച്ചതിനെ കുത്തുക. ഇതങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ടു തീർക്കും 3 മണിക്കൂറായി, അത് കിട്ടിയില്ലേ, ടൈം അങ്ങോട്ട് പോയല്ലേ. ഇങ്ങനെ എടുക്കുന്ന ചിന്തകളെല്ലാം മാറി ചിന്തിക്കാൻ നമ്മുടെ മക്കൾ പാകപ്പെടണം. അവർ വരട്ടെ പള്ളിയിൽ ആത്മീയമായ സുന്ദരമായ ലഹരി തുടയട്ടെ. ഈ നാടിനെ അറിയട്ടെ, ഈ മഹലിനെ അറിയട്ടെ, ഈ നാടിന്റെ പ്രശ്നം അറിയട്ടെ, മട്ടന്നൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങൾ അറിയട്ടെ. അങ്ങനെ നാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുട്ടികളെ നമുക്ക് പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കേണ്ടത്. ഇന്ന് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം. അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എത്ര മാത്രം കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയ ഭാര്യ തൊട്ടടുത്ത റൂമിലെ ഭർത്താവ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു, ഇക്കാ ഭക്ഷണം എടുക്കട്ടെ, ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്, അടുത്ത റൂമിൽ നിന്ന് പറയുന്നത് എനിക്കിപ്പോ വേണ്ട. അപ്പൊ വീണ്ടും മോനെ മെസ്സേജ് അയക്കുന്നു, മോൻ പറയുന്നത് എനിക്കിപ്പോ വേണ്ട, നിങ്ങൾ കഴിച്ചോ. ഒരു 3 വീട്ടിലെ കഥയല്ല, ഒരു വീട്ടിലെ 3 റൂമിൽ 3 ഗർത്തങ്ങളായി പരസ്പരം സംസാരിക്കാതെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ആരും ആരോടും കാണുന്നില്ല. ഒരു ദിവസത്തിന്റെ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു വീട്ടില് ആരംഭിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഞാൻ പറയും മഗ്‌രിബിന് ശേഷമാണ്. രാവിലെ ഒക്കെ ജോലിക്കൊക്കെ പോയിട്ട് മക്കൾ കാണുന്നുണ്ടാവില്ല. എല്ലാവരും ഒരുമിച്ച് വീട്ടിലെത്തുന്നത് ആ മഗ്‌രിബിന് ശേഷമാണ്. ആ മഗ്‌രിബിന് ശേഷമുള്ള സമയത്ത് ഒന്നിച്ചിട്ട് സംസാരിക്കാൻ, ഒന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് മക്കൾ അവിടെ ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ, അങ്ങനെ നല്ല ധാർമ്മികമായ മൂല്യമുള്ള ശീലങ്ങളെ മക്കളിലേക്ക് എത്തിക്കാൻ രക്ഷിതാക്കന്മാരെന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് നമ്മൾ എത്രത്തോളം മാതൃകാപരമായ പ്രവർത്തനം നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്. 25 വർഷം കഴിയുമ്പോൾ ഓരോ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജനറേഷനില ഇപ്പോഴുള്ള ജനറേഷൻ, ആ ജനറേഷൻ ആയിരിക്കില്ല അടുത്ത ജനറേഷൻ, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റീൽസിന്റെയും വൈബിന്റെയും കാലഘട്ടമാണ്. റീൽസിന്റെ കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു പള്ളിയിൽ വന്നിട്ട് ആ ഭർമ്മ നിസ്കാരം കഴിഞ്ഞ് തറാവി തുടങ്ങിയിട്ട് 2 റക്അത്ത് കഴിയുമ്പോൾ തന്നെ അവിടുന്ന് ചിന്ന ഭിന്നമായി 4 വരി നാടകം പോകുന്നു, നടക്കുന്നു, പുറത്തു പോകുന്നു, അത് പോകുന്നു, പിന്നെ എടുക്കുന്നു, ആദ്യം വരുന്നു. ക്ഷമാശീലം പോയി. എന്താ കാരണം? ചെറിയ മക്കളാണ് ഞാൻ നോക്കുമ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ സാധനത്തില് 15 സെക്കൻഡ് 20 സെക്കൻഡ് 30 സെക്കൻഡ് റീൽസാ കാണുന്നത്. റീൽസിന്റെ സമയം ഷോർട്ടാണ്. ഷോർട്ട് വീഡിയോ കാണുക മക്കള്. ഈ ഷോർട്ട് വീഡിയോകളും ഷോർട്ട് റീൽസും കണ്ട് 15-20 സെക്കൻഡിനപ്പുറം മനസ്സ് പാകപ്പെടുന്നില്ല. 25 സെക്കൻഡ് അവൻ ക്ഷമ പോയി, അതിനപ്പുറം ഇരിക്കാൻ കഴിയില്ല, അതിനപ്പുറം കേൾക്കാൻ കഴിയില്ല. അത് പള്ളിയായാലും ശരി, നിസ്കാരമായാലും ശരി, അതിനപ്പുറത്തേക്ക് കഴിയുന്നില്ല. ചിന്തകളെ ക്രോഡീകരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. റീൽസിന്റെ വൈബിന്റെ ലോകത്തേക്ക് വീട് കൊണ്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഈ വിഷയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഓരോ രക്ഷിതാക്കന്മാരും തയ്യാറാവണം. എന്റെ നിങ്ങളുടെ വീട്ടിൽ ഇതില്ല എന്ന് ഉറപ്പുവരുന്ന രീതിയിലേക്ക് മക്കളെ ചേർത്ത് പിടിക്കാനും മക്കളുടെ പ്രശ്നങ്ങൾ അറിയാനും ആ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ അവരെ പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കണം. ഒരു കുട്ടി 3 വയസ്സ് വരെ ഏതൊരു മദ്രസയിൽ പോകുന്നുണ്ടോ? ഇല്ല. ഒരു കുട്ടി 3 വയസ്സ് വരെ ഏതൊരു സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ 3 വയസ്സ് വരെ ഒരു കുട്ടി എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന എവിടെ വെച്ചാണ്? അവന്റെ വീട്ടിൽ നിന്ന്. ആ കുട്ടി ആരെയാണ് അനുകരിക്കുന്നത്? അവന്റെ ഉപ്പയെ, അവന്റെ ഉമ്മയെ. 3 വയസ്സ് വരെ കുട്ടി എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് ഉപ്പയും ഉമ്മയും കണ്ട് അനുകരിക്കുകയാണ്. അപ്പോ ഒരു കുട്ടിയുടെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത് അവരുടെ രക്ഷിതാക്കന്മാരാണ്. ആ രക്ഷിതാക്കന്മാരെന്ന രീതിയിൽ ഏറ്റവും നല്ല മാതൃക കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. എന്താ കാണുന്നത്? ഒരൊറ്റ പ്രശ്നമില്ലെങ്കിലും ഒരു കാരണമില്ലെങ്കിലും അടി, വിദ്യാർത്ഥികൾക്കിടയിൽ കൂട്ടത്തിൽ അതിനൊരു കാരണമില്ല, ഒരു റീസൺ ഇല്ല, ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. കണ്ടില്ലേ ഈ അടുത്ത കാലത്ത് പ്രിയപ്പെട്ട മകൻ നമ്മോട് ഇവിടെ പറഞ്ഞു പോയി, കണ്ടില്ലേ നിങ്ങൾ? കൂട്ടം തല്ലിനിടയിലും ചെറുപ്പക്കാർ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച അവിടെ വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ലേ? ഞാൻ അവനെ ആദ്യം തടിയിൽ അടിച്ച് വീഴ്ത്തും, അവന്റെ തലക്ക് ഞാനാണ് അടിക്കുക, ഇന്ന് ആയുധം കൊണ്ട് ഞാനാണ് കുത്തുക, ഒറ്റയടിക്ക് അങ്ങനെ ആക്കണം. ഈ ചെറിയ ചെറുപ്പക്കാർ 15-16 വയസ്സുള്ള കുട്ടികളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഈ ദുശ്ചിന്തകൾ എങ്ങനെ വന്നു കയറി? ഈ ചിന്തകളെ മാറ്റിയെടുക്കുന്ന ഇത്തരം മനസ്സിലെ മലിനസമാക്കുന്ന രീതിയിൽ പുത്തൻ സിനിമകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.
സാധിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പുതിയ തലമുറയെ വശീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളം, ചർച്ച ചെയ്യപ്പെടുകയാണ് നമ്മുടെ നാട്. ഈ വിഷയം മറ്റുള്ളവരുടെ മകളില് ഒരു കുടുംബത്തിലും എത്താതിരിക്കാൻ ഒരു എക്സൈസ് സ്റ്റേഷനിലും ഒരു രക്ഷിതാവിനും ജാമ്യത്തിൽ എടുക്കണം എന്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നികുതി ഷീറ്റ് എടുത്ത് ഓടി പോവാതിരിക്കാനുള്ള ആ സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ വിഷയത്തിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണം. കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ കലാപരിപാടി വൈകുന്നേരം 4 മണി വരെ 6 പേരെ ഒരേ ആയുധം കൊണ്ട് തലക്കടിച്ച് 6 പേരെയും ഞാൻ കൊലപ്പെടുത്തി എന്ന ആ ചിന്തയിൽ കുളിച്ച് ഫ്രഷായി പുതിയാപ്പിളയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനിങ്ങനെ 6 പേരെ കൊലപ്പെടുത്തി വന്നിരിക്കുന്നു എന്ന് ഒരു 24 വയസ്സുകാരൻ പറയാൻ ആ ചങ്കൂറ്റി ഇവിടുന്ന് കിട്ടി. 6 വയസ്സുകാരൻ പഠിച്ച് അവിടെ ഒരാളെ അവശേഷിപ്പിച്ചു. അവരുടെ ഉമ്മ വൈകൃതമാക്കിയാണ് കുട്ടികളെ ചെയ്യുന്നത്. അടുത്ത സെക്കൻഡ് എന്താ ചെയ്യുന്നത് പറയാൻ കഴിയില്ല. ഒരു മുതിർന്ന ഒരാൾക്ക് മോനെ അങ്ങനെ ചെയ്യുന്നവരെ പേടിയാവണേ, അവൻ എന്നോട് എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം. മക്കളോട് ഉപ്പമാർക്കും പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്ന കാരണം ആ പുള്ളിയിലെ പാകപ്പെടുത്തിയെടുക്കേണ്ട സമയത്ത് പാകപ്പെടുത്തിയെടുക്കാതെ അവൻ വളർന്ന് പന്തലിച്ച് യാതൊരു സംശയം വേണ്ട. ഈ ഒരു കുട്ടി പറഞ്ഞ വാക്ക് എന്റെ മനസ്സിൽ പോയിട്ട് രക്ഷിതാവിനെ നോക്കിയിട്ട് എന്നെ തിരുത്തേണ്ട സമയത്ത് നിങ്ങൾ എന്നെ തിരുത്തിയിരുന്നെങ്കിൽ, എന്നെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, എന്നെ സഹായിക്കേണ്ട സമയത്ത് നിങ്ങൾ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തേക്ക് വീട് പോയില്ലായിരുന്നു എന്ന് നാളെ നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിലേക്ക് വിരൽ ചൂണ്ടി പറയാതിരിക്കണമെങ്കിൽ ഭയപ്പാടുകളുള്ള രക്ഷിതാക്കന്മാരല്ല വേണ്ടത്. നല്ല ജാഗ്രതയോടുകൂടി ഇതിന്റെ വിഷയങ്ങളെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പാകപ്പെടുന്ന രക്ഷിതാക്കന്മാരാണ് നമ്മൾ വേണ്ടത്. ആ രീതിയിലുള്ള രക്ഷിതാക്കന്മാർക്ക് നമുക്കുണ്ടാക്കി നമ്മുടെ നാടുണ്ടാവണം. അല്ലെങ്കിൽ ഇന്നിന്റെ അപകടങ്ങളിലേക്ക് ഈ പാറ്റകളെ പോലെ നമ്മുടെ മക്കൾ വീടുപോകും. കണ്ടില്ലേ, നെറ്റ് റീചാർജ് കൊടുക്കാത്തതിന്റെ പേരിൽ കോഴിക്കോട് ജില്ലയിൽ എടുത്ത കണ്ടില്ലേ, കഴുത്തിനാണ് വിടുന്നത്. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നു. മതി മകൻ വാങ്ങുന്ന സമയത്ത് ഉപ്പ് പറഞ്ഞാൽ ഫോട്ടോ കൊടുക്കും. ഉപ്പ മകനെ മെസ്സേജ് ചെയ്യുമ്പോൾ മോനെ കാണുന്നില്ല, 6ാം ക്ലാസ് പഠിക്കുന്ന മോനെ കാണുന്നില്ല, നാട്ടിൽ മൊത്തം വരുത്തി ആളെ കാണുന്നില്ല, കുട്ടിയെ കാണുന്നില്ല. കണ്ടില്ലേ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, പിന്നീട് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടിയെത്തി. ഒരൊറ്റ പോക്ക. കാരണം മാനസികമായ ആപച്ചം. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് മെന്റൽ സ്ട്രെങ്ത് കുറയുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുന്നില്ല. ഒരു കാര്യം പറയുമ്പോ ആ കാര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ റീൽസിന്റെ ലോകത്താണ്, വൈബിന്റെ ലോകത്താണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ പാകപ്പെടുതൽ, അവിടെയാണ് സുന്ദരമായ ആത്മീയ ലഹരികൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുക. സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, ഐക്യത്തിന്റെ, മാനവികതയുടെ അതിസുന്ദരമായ ലഹരിയിലൂടെ ഈ നാട്ടിലെ ശാന്തി സമാധാനം കൊണ്ടുവരാൻ, ഉണർന്ന് പ്രവർത്തിക്കാൻ എന്റെ മകനോ ഇല്ല എന്ന ഓവർ കോൺഫിഡൻസ് വെടിഞ്ഞുകൊണ്ട് ഏറ്റവും സുന്ദരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ അറിയണം, പിടിക്കപ്പെടുന്ന പ്രതികളെ ഞങ്ങള് 20, 21, 22 വയസ്സ് ചെറിയ പയ്യന്മാരാണ്. ഇവരല്ലേ ഒരു കുടുംബത്തിന് താപം തടലുമാവുന്നത്? ഇവരല്ലേ ആ രക്ഷിതാക്കന്മാർക്ക് താപം തടലുമാവുന്നത്? ഈ നാട് നയിക്കുന്നവരല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഒരു റെയ്ഡിനിടയിൽ യാദൃശ്ചികമായിട്ട് ഒരു ചെറുപ്പക്കാരന്റെ വാഹനം പരിശോധിക്കുന്നു. വാഹനത്തിലൊന്നും കിട്ടുന്നില്ല. അവസാനം അവന്റെ പേഴ്സ് പരിശോധിക്കുമ്പോൾ അവന്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്ന നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം. പേഴ്സിനുള്ളിൽ നിന്ന് രാസലഹരി കണ്ടെത്തി. ആ കണ്ടെത്തിയ ഉടൻ തന്നെ 27 വയസ്സുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ജീവനക്കാരൻ കാലിൽ വന്നുകൊണ്ട് പറയാണ്, രക്ഷിക്കണം. ആദ്യമായിട്ട് ജീവിതത്തിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഒരു പിടിക്കപ്പെട്ട പ്രതിയും അവസാനമായിട്ടാണ് പറഞ്ഞിട്ടില്ല. പിടിക്കപ്പെട്ട പ്രതികളെല്ലാം പറയുന്നു ആദ്യമായിട്ട് രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായപ്പോ അവന്റെ കാറിൽ നിന്ന് ഓടിപ്പോയി ഒരു കത്തെടുത്തുകൊണ്ട് പറയുന്നു, നോക്കൂ, അടുത്ത ഞായറാഴ്ച എന്റെ കല്യാണമാണ്, കല്യാണ കത്തായത്. അവൻ പറഞ്ഞ സത്യമാണ്. പ്രവാസ ലോകത്ത് 2 മാസത്തെ ലീവ് എടുത്തുകൊണ്ട് വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ സ്റ്റേഷനിൽ വെച്ച് ഇത് ഒരു കസേരയിൽ ഇരുന്ന് ചോദിച്ചു, നീ അവസാനം പറഞ്ഞ വാക്ക് പറ. എന്റെ കല്യാണമാണ് സാർ, അടുത്ത ഞായറാഴ്ച. എന്റെ പ്രിയപ്പെട്ട പ്രവാസ ലോകത്ത് 27-ാം തീയതി കല്യാണം നടക്കുകയാണ്. ആ കല്യാണത്തിന് വേണ്ടി വന്ന 20-ാം തീയതി പിടിക്കപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ച് ഞാൻ പറയുന്നു, മോനെ 27 വയസ്സുകാരാ, അറേബ്യൻ മണലാരണ്യങ്ങളിൽ അധ്വാനിച്ചുകൊണ്ട് കല്യാണത്തിന് വേണ്ടി വന്ന പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ, ഈ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ കുറിച്ച്, മോഹങ്ങളെ കുറിച്ച്, പ്രതീക്ഷകളെ കുറിച്ച് ഒരു സെക്കൻഡിലേക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ആ കുട്ടി അന്ന് അണിഞ്ഞു വരുന്ന ആഭരണങ്ങൾ, ആ കുട്ടിയുടെ പിതാവ് പൊരിവയിലും അധ്വാനിച്ച വിയർപ്പിന്റെ മൂല്യമാണ്. നീ ഓർത്തിട്ടുണ്ടോ? ആ കുട്ടിയുടെ മാതാവിനെ കുറിച്ച്, സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. പിടിക്കപ്പെടുന്ന ചെറുപ്പക്കാർ കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നിൽ പോലും
ലഹരി പദാർത്ഥങ്ങളുമായി നടക്കുന്നു. താലി കെട്ടുന്ന ദിവസം പോലും ഇത്തരം ലഹരി പദാർത്ഥങ്ങളുമായി പിടിക്കപ്പെട്ടതൊക്കെ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇതാണ് സാഹചര്യം. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം പെൺമക്കളുണ്ടാവും. എനിക്ക് 2 കുട്ടികളാണ്. പ്രതീക്ഷയാണ് നമ്മുടെ മക്കള് ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്വസ്ഥമായി ജീവിതം നയിക്കണമെന്ന്. എന്നാൽ ഇത് മാനദണ്ഡമനുസരിച്ച് ആരെ സെലക്ട് ചെയ്യും? പിടിക്കപ്പെടുന്ന കേസുകളെല്ലാം സമസ്ത മേഖലകളിലുള്ള ചെറുപ്പക്കാരെ കൊടുക്കുന്നു. വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കണ്ടില്ലേ അനന്തപുരി ഈ തിരുവനന്തപുരത്ത് നടന്ന ആ 6 കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ 5 പേർ മരിച്ചു. ഒരാള് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ആ കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി സുമുഖനാണ്. ആ കുട്ടി അത്രയും നല്ല കുട്ടിയാണ്, നന്നായി സംസാരിക്കുന്ന കുട്ടിയാണ്, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. അതെ, ആ സ്നേഹമുള്ള നന്നായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടി ഒരു സെക്കൻഡിൽ ഒരു മൃഗമായിട്ട് മാറുന്നു. ആ മൃഗമായിട്ട് മാറുന്ന രീതിയിലേക്ക് ഇന്നിന്റെ പുതിയ തലമുറ വലിയ രീതിയിൽ അപകടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അപകടത്തെ ചെറുത്ത് നിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കടമയാണ്. ഇന്നിന്റെ പുതിയ ചെറുപ്പക്കാർ ഈ മഹലിനെ നാളെ നയിക്കേണ്ടത് നിങ്ങളാണ്. ഈ മകന് നാളത്തെ വെളിച്ചമാണ് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യന്റെ വിഷയങ്ങളെ കൃത്യമായി പാകപ്പെടുത്തിയെടുക്കുന്ന പുതുതലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ മട്ടന്നൂർ മഹൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണർന്ന് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് താലിമാല ഇങ്ങനെ മെഹറായിട്ട് കൊടുക്കുന്ന താലിമാലയ്ക്ക് 1 ഗ്രാമിന്റെ വിലയെത്രയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. ആ 1 ഗ്രാം വിലയേക്കാൾ ഡബിൾ വിലയുള്ള ലഹരി ലഹരികളിലേക്ക് കുട്ടികൾ പോകുന്നു. ആ കുട്ടികൾക്ക് ആദ്യം സൗജന്യമായി ഒരുപക്ഷെ കിട്ടിയേക്കാം, അവരെ മരുന്നിലേക്ക് കൊണ്ടുവരാൻ കിട്ടിയേക്കാം. പക്ഷെ അത് വിട്ടുപോയാലും വിട്ടുപോയി. ഇതെവിടെയാ ബാധിക്കുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ഇന്നത് ഉപയോഗിച്ചാൽ നാളെ 24 മണിക്കൂറാകുന്നതിന് മുന്നേ ആ കുട്ടി വീണ്ടും അവന്റെ സബ് കോൺഷ്യസ് മൈൻഡ്, അവന്റെ ബോധ മനസ്സ് അവരോട് ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെടുമ്പോ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടി ഓട്ടമായി. ഇന്നലെ തന്നെയാൾ പറയും ഇന്നലെയല്ലേ അത് ട്രയൽ, ഇനി ഇങ്ങനെ തരാൻ കയ്യിൽ കിട്ടും, പണം വേണം. ആ പണം ഉണ്ടാക്കാൻ വേണ്ടി ഓട്ടത്തിനിടയിൽ നടന്നു പോകുന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ചു പോകുന്നവരെ കാണാൻ കഴിയും. കിടന്നുറങ്ങുന്ന മാതാവ് അവിടെ ഉണ്ടെങ്കിൽ ആ ഉറക്കത്തിൽ മാത്രമേ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല പൊട്ടിച്ചെടുക്കുന്ന ഉറക്കത്തിൽ മാത്രമേ സാധിക്കുമെങ്കിൽ കഴുത്ത് വെട്ടിക്കൊണ്ടു മക്കള്, കാതിലെടുക്കാൻ വേണ്ടി കാത് മുറിച്ചുകൊണ്ടു മക്കള്. ലഹരി ഭീകരനാണ്, ക്രൂരനാണ്. പ്രത്യേകിച്ച് രാസലഹരി ഒരു ചിന്തയും ഉണ്ടാവില്ല. അവിടെ ഉമ്മയെന്നോ അമ്മയെന്നോ മകനെന്നോ സഹോദരിയെന്നോ ചിന്തയുണ്ടാവില്ല. ഒരു മനുഷ്യനെ സമസ്ത മേഖലകളെ തളർത്തി ഭ്രാന്തനാക്കി കളയുന്ന ഇതിന്റെ ഇത്തരം രാസലഹരികളിലേക്ക് നമ്മുടെ മക്കൾ പെട്ടുപോവാതിരിക്കുവാനുള്ള ഏറ്റവും നല്ല ധാർമ്മികമായ പോരാട്ടങ്ങൾ നടത്തേണ്ട സുന്ദരമായ മാസത്തിലൂടെ കടന്നു പോകുമ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തറാവി നിസ്കാരത്തിന് വേണ്ടി നമ്മുടെ പള്ളിയിലേക്ക് എത്തപ്പെടുന്ന മക്കള് ആ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന തറാവിക്കുന്ന സമയത്ത് എത്ര കൃത്യസമയത്ത് ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അതിന്റെ ഒരു അറ്റൻഡൻസ് എടുക്കാൻ സാധിക്കും? വീടുകൾ അറിയണ്ടേ പള്ളിയിലാണ് പോയത്, പള്ളിയിലുണ്ടോ, റൂട്ടിലാണോ ഉള്ളത്? ഇതിനെ കുറിച്ച് നാം സമുചിതമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. കാരണം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി റോഡുകളിൽ അലയുന്ന കുട്ടികളിലേക്ക് എത്തപ്പെട്ടാൽ ഇവരെ റാഞ്ചെടുക്കാൻ വേണ്ടി സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ഇത്തരം സാമൂഹ്യ വിതരണം ഉണ്ട്. അവിടെ സ്നേഹത്തിന്റെ രൂപത്തിലാവാം, മിഠായി രൂപത്തിലാവാം, വാഹനത്തിലെ ലിഫ്റ്റ് രൂപത്തിലാവാം, ബൈക്ക് രൂപത്തിലാവാം, പല രൂപത്തിലും ഭാവത്തിലാവാം. ഇതിലൊന്നും വീട് പോവാതെ ഇന്നിന്റെ അപകടങ്ങളെ കുറിച്ച് ഒരു നല്ല ഗൃഹമാണ് നമ്മുടെ മക്കളുടെ വീട്ടിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ ഇപ്പൊ മട്ടന്നൂർ നഗരസഭയിൽ വാർഡ് സമിതി ഇരുന്നില്ലേ? ആ വാർഡ് സഭയില് നഗരസഭയുടെ കൗൺസിലറും ഒരുപക്ഷെ നഗരസഭാ അധ്യക്ഷനും എല്ലാം ഉപാധ്യക്ഷരൊക്കെ വരുന്നില്ലേ? അതുപോലെ മഹലിൽ നിവാസികൾ നമുക്കൊരു ഗ്രാമസഭ ചേരണം. നമ്മുടെ വീട്ടില് നമ്മൾ ഓരോരുത്തരും ഓരോ മാസം ഗ്രാമസഭ വിളിച്ച് ചേർക്കുക. ഉമ്മ സ്വാഗതം പറഞ്ഞോട്ടെ, ഉമ്മ അധ്യക്ഷനായിക്കോട്ടെ, മക്കൾ ഇത് കേൾക്കട്ടെ. ഇതാണ് ഇതിന്റെ വിഷയം. ഈ ലോകത്തേക്ക് പോയി 4 ചുവരിനുള്ളിലേക്ക് അകപ്പെട്ടു പോകല്ല. നിങ്ങൾ അറിയാം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ച് ക്യാപിറ്റൽ പണിഷ്മെന്റ് മയക്കുമരുന്ന് ശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. പിടിക്കപ്പെട്ട പ്രതികൾ ഒരുപക്ഷെ ഇങ്ങനെ നടന്നു പോകുന്നു. നമ്മൾ ഇത്രയും ഇല്ല, കഴിഞ്ഞിട്ടില്ല. ജുഡീഷ്യറിയുടെ മാളിക തലക്ക് മേലെയുണ്ട്. കോടതിയിൽ കേസ് നടത്തിയാണ്. വിചാരണ കാലഘട്ടം വരെ വക്കീൽ ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും പോയിട്ട് കുടുംബത്തിന് കിട്ടുന്ന വരുമാനമെല്ലാം ഇങ്ങനെ ചെലവഴിച്ച് അവസാനം 10-20 കൊല്ലം ശിക്ഷിക്കപ്പെട്ട നിരവധി ചെറുപ്പക്കാർ പ്രതികളും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. ഉണ്ട്. നമ്മുടെ ചുറ്റും തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ നാടുമായി തന്നെ നിരവധി പോരാട്ടങ്ങൾ ബഷീർ സാറിലൂടെയില്ലേ? എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തന രംഗത്തേക്ക് എന്നും ചാലക ശക്തിയായി ഈ നാട്ടിലെ ചെറുപ്പക്കാരൻ നേരിന്റെ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് സദാ പ്രവർത്തിക്കുന്ന ഇത്തരം പോരാട്ട വീരങ്ങൾക്ക് പകരം നമ്മുടെ മഹയിൽ തന്നെ ഒരുപാട് പേര് ഇത്തരം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പ്രവർത്തിക്കുന്നവരുണ്ട്. അത്തരം പ്രവർത്തനത്തിലൂടെയൊക്കെ നമുക്ക് തീർത്ഥാകണം. പൂജ്യത്തിന് മാത്രമേ മറ്റുള്ളവരെ വിലയില്ലാതുള്ളൂ. പൂജ്യത്തിന് ശേഷം ഒന്നിനു ശേഷം വരുന്ന പൂജ്യത്തിന് വിലയുണ്ട് കേട്ടോ. പൂജ്യത്തിന് മാത്രമാണ്, അതാണ് ബിഗ് സീറോ. ഒന്നിനു ശേഷം വരുന്ന പൂജ്യം അത് 10 ആണ്. അതിനുശേഷം വരുന്ന പൂജ്യം 100 ആണ്, 1000 ആണ്, 10,000 ആണ്, ലക്ഷമാണ്.
നമ്മുടെ പ്രവർത്തനത്തിലൂടെ മക്കളിൽ ഏതെങ്കിലും ഒരു കുട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ തിരുത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം പൂജ്യത്തിന് വിലയുണ്ട് എന്ന് പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യാൻ ഈ വിഷയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. കണ്ണൂർ ജില്ലയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നതിന് യാതൊരു മടിയും വേണ്ട നമുക്ക് മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തില് എന്തെങ്കിലും കാര്യങ്ങൾ കൗൺസിലിംഗ് വേണോ, അല്ലെങ്കിൽ ഇത്തരം എന്തെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ, ഉടൻ തന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചേരാൻ അവിടെ എന്റെ മോനെ അവിടെ എന്റെ മോളെ കൊണ്ടുപോയി നാട്ടുകാർ മൊത്തം അറിയും എന്ന് കരുതി അവിടെ വീട്ടിൽ പഴുക്കാൻ വെക്കരുത്. പഴുത്ത് പുഴുവായിട്ട് പുറത്തിടുന്നതിനേക്കാൾ നല്ലത് ഈ പ്രശ്നം എവിടെയെങ്കിലും കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്താൻ പരിഹരിക്കാൻ ഇന്ന് സർക്കാർ സംവിധാനങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയണം. ഈ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അറിയണം. അതുമായി ബന്ധപ്പെട്ട് പരിസരത്ത് ഇവിടെ തന്നെ എക്സൈസ് ഓഫീസുണ്ട്, അന്വേഷിക്കാൻ പറയുകയും അവിടെ സൈക്യാട്രിസ്റ്റ് ഉണ്ട്, IP ഉണ്ട്, OP ഉണ്ട്, കിടത്തി ചികിത്സ, എല്ലാ ചികിത്സയുണ്ട്. ഞാൻ എന്തായാലും പറയാൻ കാരണം അറിയോ, എന്റെ നാട്ടിൽ തന്നെ എനിക്കറിയാം ഒരു പ്രിയപ്പെട്ട ഒരു ഉമ്മയുണ്ട്. ഞാൻ അധികം കിട്ടുന്നില്ല കേട്ടോ, ഏകദേശം ഒരു 2:50 ഒരു 3 മണിക്കൂർ ഞാൻ തൊട്ട് വെച്ചു. എന്റെ നാട്ടില് ഉമ്മയുണ്ട്, എപ്പോഴും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. ഉമ്മാന്റെ മോൻ ബാംഗ്ലൂരില് 2ാം വർഷം എഞ്ചിനീയർ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നന്നായിട്ട് പഠിക്കുന്ന മോനെ ബാംഗ്ലൂരിൽ എഞ്ചിനീയർ ചേർത്താണ്. അതുകൊണ്ട് ബാംഗ്ലൂരിലെ കണ്ട കുട്ടിക്കാരൻ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പോയ ഒരു കുട്ടി എന്ന് കരുതി ബാംഗ്ലൂരിൽ പഠിക്കാൻ വേണ്ടി പോയ കുട്ടികളല്ല മോശം, മംഗലാപുരത്ത് പഠിക്കാൻ വേണ്ടി പോയ മംഗലാപുരല്ല മോശം, തലശ്ശേരി പോയ തലശ്ശേരിയല്ല മോശം, മട്ടന്നൂർ പോയ മട്ടന്നൂരില്ല മോശം. ഈ വിഷയമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇപ്പൊ പറയുമ്പോ ആദ്യത്തെ വർഷം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ എങ്കിൽ എന്റെ മോനെ ഫോൺ എടുക്കും, എന്റെ മെസ്സേജിൽ എല്ലാവരും മറുപടി നൽകും. എന്റെ വിളി കേൾക്കാത്തൊരു ദിവസമില്ല, അവൻ വിളിക്കാത്തൊരു ദിവസം എങ്കില്ല. 2ാമത്തെ വർഷമായി സാറേ പെട്ടെന്ന് വിളിക്കുമ്പോൾ അവൻ എടുക്കാതെയായി. പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ചു. ആഴ്ചകളോളം ഡിലേ ആയി, അവരെടുക്കുന്നില്ല. കൂട്ടുകാരെ വിളിക്കുമ്പോൾ പഠിപ്പാണ് പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഒരു ലക്ഷ്യമില്ലാത്ത സാഹചര്യത്തില് പ്രിയപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ട ഈ സ്ത്രീ അങ്ങ് ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് മകൻ പഠിക്കുന്ന കോളേജ് അന്വേഷിച്ചത് പോയി. അവിടെ കാര്യം മനസ്സിലായത്, നിങ്ങളുടെ മകൻ ഇവിടെ വരാതിരുന്ന നാളായി. നിങ്ങളുടെന്ന് പറഞ്ഞിരുന്ന നമ്പർ തെറ്റാണല്ലോ, നിങ്ങൾ പറയുന്ന നമ്പറല്ല, ആ നമ്പർ സ്വിച്ച് ഓഫ് ആണെന്ന് അന്വേഷിച്ചപ്പോ ആ കുട്ടി റൂമില് അവന്റെ സുഹൃത്തിന്റെ കൂടെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന കാഴ്ച കണ്ടു. രാസലഹരിയിൽ അകപ്പെട്ടു പോയ 24 വയസ്സുള്ള ചുറുചുറുപ്പക്കാരനെ കണ്ടപ്പോ പ്രസവിച്ച മാതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോനെ കയറ്റി ഇങ്ങനെ നാട്ടിലെത്തിയതിനു ശേഷം ചികിത്സിച്ചു. ആ ചികിത്സിച്ചതിനു ശേഷം തുടർ ചികിത്സയും ആവശ്യമാണെന്ന് പറയണം. ഒരു ചികിത്സ മാത്രം വരെ തുടർ ചികിത്സ വേണം, കൗൺസിലിംഗ് വേണം. അവനെ ചേർത്ത് പിടിക്കണം, അവനെ അകറ്റി നിർത്തരുത്. അങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ ലോകത്തേക്ക് അവനെ നമുക്ക് എത്തിക്കാൻ കഴിയും. അതിനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഇപ്പൊ പറയാ അവന് ചികിത്സിച്ചപ്പോ 10-21 ദിവസം ഞാൻ കിടത്തി, 3 മാസത്തെ സംഘം കിടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മാത്രമല്ലേ ഉള്ളൂ, 24 മണിക്കൂർ ഒരു CCTV ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് എന്റെ മക്കളെയും പിന്നാലെ പോകാൻ കഴിയോ? 24 മണിക്കൂർ മക്കൾ നടക്കുന്ന വഴിയിൽ ഒരു CCTV ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയോ? ഇല്ല കഴിയില്ല. ഉമ്മ പറയുന്നു, നാട്ടിൽ വന്ന് കുറെ ക്രമേണ അവൻ അക്രമാസക്തമായി. അവന്റെ ബൈക്കെടുത്ത് രാത്രിയൊക്കെ ഇടവഴിയിലേക്ക് ആള് വരും. ചോദിക്കുമ്പോൾ സുഹൃത്തുക്കളാണെന്ന് പറയുന്നു. ചോദിക്കാതെ കഴുത്ത് പിടിക്കാൻ തുടങ്ങി. പിന്നെ പണത്തിന് വേണ്ടി ഉപദ്രവിക്കാൻ തുടങ്ങി. ഞാൻ പിറന്നു വീണ എന്റെ വീട്ടില് എന്റെ ഉപ്പ പണി കഴിപ്പിച്ച എന്റെ വീട്ടിലെ ഞാൻ കഴിയുന്നത്. പക്ഷേ എന്റെ മകന്റെ ക്രൂരത കൊണ്ട് അടുത്ത സെക്കൻഡ് എന്റെ മോൻ എന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്റെ മോള് ഗൾഫിലാണ് പുതിയാപ്പുഴയുടെ കൂടെ. അവളെ ഞാൻ വിവരറിയിച്ചപ്പോ വിസിറ്റിംഗ് വിസ അയച്ചു വന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് അറിയണം പഠനാരണ്യത്തിലേക്ക് പോയി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വിസിറ്റിംഗ് വിസ എന്ന് പറഞ്ഞത് 2 മാസം തീരുമ്പോൾ വീണ്ടും എടുത്തു പോകും. സ്വന്തം മകനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം, മക്കളില്ലാത്തതിന്റെ പേരിൽ എത്ര ലക്ഷങ്ങൾ മുടങ്ങി രാജ്യം മുഴുവനെ സഞ്ചരിച്ച് ലോകം മുഴുവനെ സഞ്ചരിച്ച് കുട്ടികളുണ്ടാവാൻ വേണ്ടി ചികിത്സയ്ക്ക് പോകുന്ന രക്ഷിതാക്കന്മാരുടെ ഒരു കാലഘട്ടം ഒരു സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇന്ന് കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം എടുക്കുന്ന രക്ഷിതാക്കന്മാർ വരികയാണ്. എടുത്ത കാലത്ത് പറയാ കപ്പിൾസ് പറയുന്നത് 10-12 പോലെ മക്കളില്ല. ഒരു കാഷ്വൽ ഡോക്ടറെ ചോദിച്ചു പറയാണ്, അത് പറയേ വേണ്ട. ഇന്നിന്റെ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടായി ആ കുട്ടികളുടെ ക്രൂരത അനുഭവിക്കുന്നതിന്റെ പേരിൽ വിഷമിക്കുന്ന ഒരു സാഹചര്യം മറുഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും നമ്മുടെ വീട്ടിൽ എത്താതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ല മോണിറ്ററിംഗ് ചെയ്യുന്ന, ജാഗ്രത പുലർത്തുന്ന, സത്യസന്ധരായ, ദീർഘവീക്ഷണമുള്ള, ഇതിന്റെ പ്രശ്നങ്ങളെ വിലയിരുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള രക്ഷിതാക്കന്മാരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഈ കുടിയിലേക്ക് നമ്മൾ വന്ന് പെട്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വീട്ടിൽ നിന്ന് ഉമ്മ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം നൽകി പോകുന്ന മോളും അല്ല ക്യാമ്പസില്, എന്റെ ഉപ്പ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ പറഞ്ഞു പോകുന്ന മക്കളും അല്ല ക്യാമ്പസില്. ആട്ടിപ്പൊട്ടി മാറുകയാണ്, അവിടെ ഭാഷയിൽ മാറുകയാണ്, ശൈലിയിൽ മാറുകയാണ്.
അതുകൊണ്ട് മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ PTA മീറ്റിംഗ് പോകണം, മക്കളുടെ സുഹൃത്തുക്കളെ അറിയണം, അവർ സഞ്ചരിക്കുന്ന വണ്ടികളെ കുറിച്ച് അറിയണം, വൈകി എത്തിയാൽ ചോദിക്കുന്ന രക്ഷിതാവാകണം, നേരത്തെ എത്തിയാൽ ചോദിക്കുന്ന രക്ഷിതാവാകണം. 25 വയസ്സ് വരെ മക്കളുടെ പിന്നാലെ പോകണം. ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ വളർച്ച പൂർത്തീകരിക്കുന്നത് 25 വയസ്സോട് കൂടിയാണ്. ഒരു ഉമ്മ ഒരു കുട്ടിയെ മൊത്തം പ്രസവിച്ച് മുലയൂട്ടുന്ന പ്രായത്തിൽ മാറോട് ചേർത്ത് പിടിച്ച പോലെ ആയിരിക്കണം 25 വയസ്സ് വരെ പിന്നാലെ പോവാൻ. എനിക്ക് നിങ്ങൾക്ക് അറിയണം, തലച്ചോറിന്റെ വളർച്ച പൂർത്തീകരിക്കാത്ത പ്രായത്തിൽ ജിജ്ഞാസയായിരിക്കും. ഞാൻ ഈ സംസാരിക്കുന്ന ഒരു 10-20 കിലോമീറ്റർ അകലെ നടന്ന സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നാട്ടുകാർ മുഴുവനും പറഞ്ഞു ആ പുഴയുടെ ഭാഗത്തേക്കൊക്കെ പോയിരുന്നേ, നിങ്ങൾ റീൽസ് എടുത്ത് കളിച്ച് കാല് വഴുതി പോടാൻ ചുഴിക്കകപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ മനഃശാസ്ത്രം പഠിക്കുന്ന 2 പെൺകുട്ടികൾ അനുസരിച്ചില്ലല്ലോ. എന്താ സംഭവിച്ചത്? 2 പെൺകുട്ടികളും ആ പുഴയിലെ ചുഴിയിലേക്ക് അകപ്പെട്ട് കാല് വഴുതി വീണ് മരിച്ചുപോയ 2 ചുറുചുറുക്കുള്ള 21-22 വയസ്സുള്ള പെൺകുട്ടികൾ മനഃശാസ്ത്രം പഠിച്ച സൈക്കോളജി പഠിച്ച കുട്ടികളാണ് ഒലിച്ചു പോയത്. ഇതാണ് കാലഘട്ടം. റീൽസും വൈബും അതിനപ്പുറത്തേക്കില്ല, ക്ഷമയില്ല. പുതിയ തലമുറ ചിരിക്കുന്നുണ്ടോ? ചിരി മറന്നുപോയില്ലേ? കരയാൻ വന്നതിന്റെ കരച്ചിൽ വരുന്നുണ്ടോ? നാച്ചുറലായിട്ട് വികാരം നഷ്ടപ്പെട്ടു പോയില്ലേ ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ചോടെ, ചിരി വന്നു കഴിഞ്ഞാലും മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് അതിന് ഇമോജിയില്ലേ ആയിരുന്നു. ചിരി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ചിരിക്കുന്നത്? മൊബൈൽ ഫോണിൽ ഇമോജി ശരിയും. കരച്ചിൽ വന്നാലോ കരച്ചിൽ ഇമോജി. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ സലാം ചൊല്ലി പരിചയപ്പെടുന്ന പകരം സിമ്പലായിട്ട് മാറി. വാക്കുകളില്ല, ദൈവം അനുഗ്രഹിച്ചു നൽകിയ നാവ് കൊണ്ട് സംസാരിക്കുന്നില്ല. സിമ്പലായി ചിരിയില്ല, സിമ്പലായി കരച്ചിലില്ല, സിമ്പലായി എല്ലാം 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 പടച്ചവന് അനുഗ്രഹം നൽകിയ അവയവങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതെല്ലാം സിമ്പലായി ഒരു യന്ത്രത്തിന്റെ ഉള്ളിലേക്ക് വീണുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അവിടെയാണ് മൂല്യബോധമുള്ള, ഏറ്റവും നല്ല മൂല്യബോധമുള്ള, ദീർഘവീക്ഷണമുള്ള, നാടിനെ സ്നേഹിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന മാനവികതയും മതേതരത്വം ആഗോള ഹൃദയത്തിന്റെ അഗാധമായ ആഴങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പുതുതലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണം. ആ പുതുതലമുറ വഴിതെറ്റാതെ സഞ്ചരിക്കാൻ പാകപ്പെട്ടു വരണമെങ്കിൽ രക്ഷിതാക്കന്മാരെന്ന രീതിയിൽ നിതാന്ത ജാഗ്രത പുലർത്തുകയും നമ്മുടെ വീടുകളിലെല്ലാം ഇതിനെതിരെയുള്ള ഏറ്റവും നല്ല പോരാട്ടം നമ്മൾ സംഘടിപ്പിക്കണം. മക്കളെ ചേർത്ത് പിടിക്കാനും അവരുടെ പ്രശ്നങ്ങൾ അറിയാനും പ്രതിസന്ധികൾ അറിയാനും വേണം. നിങ്ങൾ അറിയാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, മദ്രസയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠിക്കാത്തതിന്റെ പേരിൽ എന്റെ ഉസ്താദോ എന്റെ മാഷോ എന്റെ കയ്യിൽ ഒരു എഴുതി തന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ബയോളജി ചിലപ്പോൾ വീക്കാണ്. ബയോളജി വീക്കാൻ അടികിട്ടിയിട്ടുണ്ട്. എന്റെ മാഷ പുതിയ മാഷത്തിൽ തന്നെ കൃത്യമായ അടികിട്ടിയിട്ടുണ്ട്. ഈ അടികിട്ടിയിട്ട് ഈ ചുവന്ന കല അല്ലെങ്കിൽ പഠിക്കാതെ ഉസ്താദിന് ചെറിയ അടികിട്ടിന്റെ ചുവന്ന കലയെടുത്തിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ ഉമ്മാനോട് പറഞ്ഞാൽ ഉസ്താദ് അടിച്ചു അല്ലെങ്കിൽ മാഷ് പഠിക്കാതെ കൊണ്ട് എന്നെ അടിച്ചു പറഞ്ഞാല് അടുക്കളയിൽ വേറൊരു വടി എടുത്തുകൊണ്ട് വനത്തെ കൈകൊണ്ട് പഠിക്കാണ്ട് പോയി അല്ലേ ഇന്ന് മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന ഒരു കാലഘട്ട. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, എവിടെയാണ് നമ്മുടെ പോക്ക്? ഉസ്താദ്മാരുടെ കയ്യിൽ നിന്ന് വടി പോയി, അധ്യാപക കയ്യിൽ നിന്ന് വടി പോയി. അവിടെ നമ്മൾ ചേർത്ത് പഠിക്കാൻ കഴിയണം. ഒരു കലയോ ഉറുപ്പ് കടിച്ച കലയോ അല്ലെങ്കിൽ കൊതു കടിച്ച കലയോ ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ഓടുകയാണ്, മക്കൾക്ക് വേണ്ടി ഓടുകയാണ്. അവർ സ്കൂട്ടർ കേൾക്കുമ്പോൾ കാർ വാങ്ങിച്ചു കൊടുത്ത്, കാർ വാങ്ങുമ്പോൾ അതിനേക്കാൾ വലിയ വില കൂടിയ കാർ വാങ്ങിച്ചു കൊടുത്ത് സ്നേഹത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശകാരിക്കേണ്ട സമയത്ത് മക്കളെ ശകാരിക്കാനും തിരുത്തലിന്റെ സമയത്ത് തിരുത്താനും അതിനെ പാകപ്പെടുന്ന അധ്യാപകരെയും ഉസ്താദുമാരുടെ കൈകളിൽ അവർക്കുള്ള അധികാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് സാധിക്കില്ല. മൂല്യബോധമുള്ള കുട്ടികളെ നമ്മുടെ കൈകളിലേക്ക് കിട്ടുകയില്ല. ശകാരിക്കേണ്ട സമയത്ത് ശകാരിച്ചുകൊണ്ട് പാകപ്പെടുത്തിയെടുക്കുന്ന തലമുറയാണ് നമുക്ക് വേണ്ടത്. തെറ്റിനെ കാണുമ്പോൾ അത് തെറ്റാണ് ബോധ്യമുള്ള തലമുറയെ നമുക്ക് കാണേണ്ടത്. കണ്ണടച്ച് ഇരുട്ടായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മട്ടന്നൂരിലെ പ്രിയപ്പെട്ട ഈ മഹല്ല് നിവാസികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട യുവത്വമേ, ഇന്നിന്റെ ഈ വെള്ളിയാഴ്ചയുടെ ഇത്തരം ഒരു നിസ്കാരത്തിന് ശേഷമുള്ള ഒരു പ്രഭാഷണ വേദിയിലിരിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയണം, വരും വർഷങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. നമ്മുടെ മഹല്ല്, വിശാലമായ നമ്മുടെ മഹല്ല് സാംസ്കാരിക